നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 23-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും. ഇന്ന് നാം കേൾക്കുന്നതായ ഈ ദൂതന്റെ തലക്കെട്ട് ഇതാണ്: പ്രിയ ശിഷ്യൻ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്തോ ശിഷ്യൻ? പ്രിയ ശിഷ്യൻ. ദയവായിരുന്നാട്ടെ. ധാരാളം ക്രിസ്തീയ സഭകളിൽ ക്വാണ്ടിറ്റി ഉണ്ട്, അളവുണ്ട്. ഒരു മീറ്റിങ്ങിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ പലരും ചോദിക്കും, എത്ര പേർ വന്നു, എത്ര പേരുണ്ടായിരുന്നു? പലപ്പോഴും ജനത്തിന്റെ നീളവും വീതിയുമാണ് ആൾക്കാർ അളക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീളവും വീതിയുമല്ല ദൈവം നോക്കുന്നത്, ഉയരവും ആഴവുമാണ്. പലപ്പോഴും നമ്മൾ ക്വാണ്ടിറ്റിയുടെ പിന്നാലെ, അളവിന്റെ പിന്നാലെ പോകുമ്പോൾ ക്വാളിറ്റി പലപ്പോഴും കുറഞ്ഞു പോകുന്നു. ക്വാളിറ്റിയുള്ള ദൈവദാസന്മാർ, ക്വാളിറ്റിയുള്ള ശുശ്രൂഷകർ, ക്വാളിറ്റിയുള്ള വിശ്വാസികൾ. അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. യഥാർത്ഥ ശിഷ്യത്വം പലപ്പോഴും സഭകളിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ശിഷ്യത്വം എന്ന് പറയുന്ന ഒരു ട്രെയിനിങ്, അത് പുതിയ നിയമത്തിൽ മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. 40 വർഷം മിസ്രൈമിലുള്ളതായ സകല ജ്ഞാനത്താൽ മോശയ്ക്കൊരു ട്രെയിനിങ് മിസ്രൈമിലുണ്ടായിരുന്നു. പക്ഷേ 40 മുതൽ 80 വരെ ദൈവത്തിന്റെ ഒരു ട്രെയിനിങ് മരുഭൂമിയിലുണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ ട്രെയിനിങ് ആണ് അവനെ ചരിത്രത്തിൽ 2ാമത്തെ വലിയൊരു പ്രവാചകനായി ദൈവത്തിന്റെ കൃപയാൽ ഉയർത്തിയത്. പരാജയം കാണാത്തതായ ശക്തനായ രാജാവായിരുന്നു ദാവീദ്. ദാവീദിനെ ട്രെയിൻ ചെയ്തത് മനുഷ്യനല്ല, മരുഭൂമിയിൽ ആർക്കും വേണ്ടാത്ത ഒരു സാഹചര്യം കടന്നു വന്നപ്പോൾ ദൈവം തന്നെ ഇട്ട മരുഭൂമിയിൽ അവനെ ട്രെയിൻ ചെയ്തു. ഈ പന്തൽ കീഴിലിരിക്കുന്ന ആരെയൊക്കെയോ ഈ ദിവസങ്ങളിൽ കർത്താവ് ട്രെയിൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് വിളിച്ചു പറയട്ടെ, ഇതുവരെ നിങ്ങൾ പോലും ചിന്തിച്ചിട്ടില്ലാത്ത, നിങ്ങൾ പോലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത, ആഗ്രഹിച്ചിട്ടില്ലാത്ത ഏതോ ക്രമത്തിൽ ദൈവം നിങ്ങളെ ഉയർത്തുവാൻ പോകുന്നു, ഉപയോഗിപ്പാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് ട്രെയിനിങ് ഉണ്ടെങ്കിൽ, ഇന്ന് പരിശീലനമുണ്ടെങ്കിൽ, നാളെ ഏതോ വലിയ ശുശ്രൂഷയുണ്ട്. ഇന്ന് ദൈവം നമ്മെ ഒന്ന് ട്രെയിൻ ചെയ്യട്ടെ സഹോദരങ്ങളെ. അങ്ങനെയെങ്കിൽ നാളെ തുരുമ്പില്ലാത്ത ഒരു ആയുധമായി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഈ രാജ്യത്തിൽ ഇറങ്ങി നിന്ന് കൊയ്ത്തിന്റെ യജമാനന്റെ വലിയ കൊയ്ത്ത് കാണുവാൻ, അത് അനുഭവിപ്പാൻ, ഏറ്റെടുക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തും. ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, പരിശീലിപ്പിക്കുമാറാകട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരസ്യ വേളയിൽ സ്തോത്രം, അതേ ശിഷ്യന്മാരുണ്ടായിരുന്നു യേശുവിന്. പല തട്ടിലായിരുന്നു യേശുവിന്റെ ശിഷ്യന്മാർ. യേശുവിന്റെ യോഗത്തിലേക്ക് നിങ്ങൾ കടന്നുപോയാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ പറയുന്നു, 10,000-കണക്കിന് ജനമായിരുന്നു യേശുവിന്റെ അടുക്കലേക്ക് പലപ്പോഴും വന്നുകൂടിയത്. നസ്രേത്ത് എന്ന കുഞ്ഞു ഗ്രാമത്തിൽ 400 വ്യക്തികൾ മാത്രമായിരുന്നു അന്ന് താമസിച്ചിരുന്നത്. 2000 വർഷം മുമ്പ് നസ്രേത്തിൽ 400 പേരുണ്ടായിരുന്നപ്പോൾ യേശുവിന്റെ ശുശ്രൂഷയിൽ പുരുഷന്മാർ മാത്രം 5000 ഉണ്ടായിരുന്നു. പുരുഷന്മാർ മാത്രം 5000. അന്നത്തെ കണക്കനുസരിച്ച്, തൊഴിക്കലിന്റെ കണക്കല്ല, അന്നത്തെ കണക്കനുസരിച്ച് 5000 പുരുഷന്മാരുണ്ടെങ്കിൽ 10,000 സ്ത്രീകളുണ്ടായിരിക്കും. 10,000 സ്ത്രീകളുണ്ടെങ്കിൽ ഈ പന്തലിന് അവിടെ എവിടെയായിരുന്നു കുസൃതി കാണിക്കുന്ന പരുവത്തിനുള്ള 20,000 കുട്ടികളുണ്ടായിരിക്കും. ഇതായിരുന്നു യേശുവിന്റെ ശുശ്രൂഷ. യേശുവിന്റെ ഓഡിയൻസ് ഇതാണ്: 5000 പുരുഷന്മാർ, 10,000 സ്ത്രീകൾ, 20,000 കുട്ടികൾ, എല്ലാം കൂടെ 35,000-ഓളം പേരാണ് യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് കൂടി വന്നെന്ന് ഫ്ലാവിയസ് ജോസിഫസ് അല്ലെങ്കിൽ ജോസിഫസ് എന്ന ചരിത്രകാരൻ പറയുന്നു. ആ വലിയ പുരുഷാരം യേശുവിന്റെ പിന്നാലെ നടന്നത് യേശുവിനെ സ്നേഹിച്ചിട്ടും ശിഷ്യന്മാരെ ആദരിച്ചിട്ടും ഒന്നുമല്ല, വല്ലതും കിട്ടാൻ വേണ്ടിയാണ് യേശുവിന്റെ പിന്നാലെ നടന്നത്. എന്തോ കിട്ടാന്? അപ്പം കിട്ടണം, അത്ഭുതം കിട്ടണം, ഹോശന്ന പാടണം. ഇന്നും പല മൈതാനങ്ങളിൽ, പല സ്ഥലങ്ങളിൽ അപ്പം തിന്നാം, അത്ഭുതം കാണാം, ഹോശന്ന പാടാം എന്ന് പറഞ്ഞ് നടക്കുന്നെങ്കിൽ അത് സഭയല്ല, പകരം അത് പുരുഷാരമാണ്. ഒരിക്കൽ കൂടെ, അപ്പം തിന്നാം, അത്ഭുതം കാണാം, ഹോശന്ന പാടാം എന്ന് പറഞ്ഞ് യേശുവിന്റെ കയ്യെ തേടുന്നത് അതൊരിക്കലും സഭയല്ല. പല പ്രാസംഗികന്മാരും യേശുവിന്റെ കയ്യിലേക്കാണ് ജനത്തെ കൊണ്ടുവരുന്നത്. യേശുവിന്റെ കയ്യെ നോക്കാനാണ് സ്തോത്രം പഠിപ്പിക്കുന്നത്. യേശുവിൽ നിലവിളിച്ചാൽ അത് കിട്ടും, ഇത് കിട്ടും, മറ്റേത് കിട്ടും, എന്തൊക്കെ ആകും എന്ന് പറയുന്നതല്ല സുവിശേഷം. അത് വേറൊരു സുവിശേഷമാണ്, അത് വേറൊരു ആത്മാവാണ്, അത് വേറൊരു യേശുവാണ്. മൊത്തം ഊറ്റുന്നതല്ല സുവിശേഷം. എന്ത് പ്രാപിച്ച് ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി കൊടുക്കാം, എന്ത് ഞാൻ ദൈവനാമത്തിന് ആയിത്തീരാം എന്ന് പറയുന്നതാണ് സുവിശേഷം. നിങ്ങൾക്ക് ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം.
പക്ഷെ ഉള്ളതുപോലെ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പറയട്ടെ, യേശുവിന്റെ കയ്യിലേക്ക് നോക്കാനല്ല പരിശുദ്ധാത്മാ പറയുന്നത്, അവന്റെ മുഖത്തെ തേടുവാൻ വേണ്ടി കൽപ്പന വരുന്നു. 27-ാം സങ്കീർത്തനം പറയുകയാണ്, അവന്റെ കയ്യിലേക്കല്ല നോക്കുന്നത്. ദാസന്മാർ യജമാനരുടെ കയ്യിലേക്ക് നോക്കിയാണ്, ദാസിമാർ യജമാനത്തിയുടെ കയ്യിലേക്ക് നോക്കിയാണ്. ഇന്ന് രാത്രിയിലും കർത്താവേ, ഞങ്ങൾ 1-ാമത്തെ ദിവസമായി കൂടി വന്ന് അങ്ങയുടെ കയ്യിലേക്ക് നോക്കുന്നു എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചെങ്കിൽ ദാസനാണ്, ദാസിയാണ്. എന്നാൽ സ്തോത്രം, പുതിയ നിയമത്തിലായിരിക്കുന്ന നമ്മൾ ദാസനും ദാസിയും അല്ല, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. മക്കളാണെങ്കിൽ നമ്മൾ നോക്കുന്നത് അപ്പന്റെ മുഖത്തേക്കായിരിക്കും, ഇല്ലെങ്കിൽ അപ്പന്റെ കണ്ണുകളിലേക്കായിരിക്കും. സോ പുരുഷാരം യേശുവിന്റെ പിന്നാലെ അപ്പം തിന്നുവാൻ, അത്ഭുതം കാണുവാൻ, ഹോശന പാടുവാൻ, വല്ല രോഗസൗഖ്യം കിട്ടാൻ, വല്ല നന്മയും കിട്ടാൻ ഒക്കെ ഇങ്ങനെ പിന്നാലെ നടക്കുന്നവരാണ് പുരുഷാരം. ഇന്ന് അതൊന്നും ഈ പന്തലിന് കീഴിൽ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്ന് രാത്രിയിലും നിങ്ങളുടെ രോഗികൾ സൗഖ്യമാകും. ഇന്ന് രാത്രിയിലും ജീവിതങ്ങൾ വിടിവിക്കപ്പെടും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിലും യേശുവിന്റെ സ്പർശനം നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഇന്ന് രാത്രിയിലും മെഡിക്കൽ റിപ്പോർട്ടുകൾ മാറും. കാരണം യേശു ഉണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാൽ എവിടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് യേശു കർത്താവ് പറയുകയുണ്ടായി. യേശു ഉള്ളിടത്ത് അത്ഭുതങ്ങൾ നടക്കും. പക്ഷെ അതുകൊണ്ട് നിർത്തല്ല. പകരം സ്തോത്രം, ആ വലിയ പുരുഷാരത്തിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്തതായ ഒരു 70 ശിഷ്യന്മാരെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ലൂക്കോസ് വിശേഷം 10-ാം അധ്യായത്തിൽ അതേ ദൈവരാജ്യം പ്രസംഗിപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ യേശു കർത്താവ് പറഞ്ഞയച്ച ഒരു 70 ശിഷ്യന്മാർ. പുരുഷാരത്തിന് പറവാൻ തക്കണം കഴിയും, ഞങ്ങൾക്ക് അത്ഭുതവും അപ്പവും ഹോശന പാട്ടും ഒക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ 70 ശിഷ്യന്മാർക്ക് പറവാൻ കഴിയും, വി ഹാവ് ദ കരിസ്മാറ്റിക് പവർ. ഞങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തിയുണ്ട്. ഞങ്ങൾ വചനം പറയുന്നു, ഞങ്ങൾ ഭൂതത്തെ പുറത്താക്കുന്നു, ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കുന്നു. പ്രധാനമായി ഞങ്ങൾ ഭൂതത്തെ പുറത്താക്കുന്നു, ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കുന്നു. അപ്പോൾ പുരുഷാരത്തിന് അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഈ 70 ശിഷ്യന്മാർക്ക് ശക്തിയുണ്ട്. ഒരിക്കൽ കൂടെ, പുരുഷാരത്തിന് അനുഗ്രഹമുണ്ടെങ്കിൽ പുരുഷാരത്തിനില്ലാത്തതായ ശക്തി ഈ ശിഷ്യന്മാർക്കുണ്ട്. അവർ പറയുമ്പോൾ ഭൂതം പോകുകയാണ്, അവർ കൈവയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യമാക്കുകയാണ്. ഇന്ന് രാത്രിയിലും ഭൂതങ്ങൾ വിട്ടുപോകട്ടെ. ആരും മിണ്ടുന്നില്ലല്ലോ. കമാൻ, ഇന്ന് രാത്രിയിലും ഭൂതം വിട്ടുപോകട്ടെ. ഒരു ഭൂതം വിട്ടുപോകുന്നത് ഏതോ വലിയ VIP പ്രാസംഗനായതുകൊണ്ടല്ല. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ യേശുവിന്റെ നാമത്തെ ഭൂതത്തെ പുറത്താക്കും. തൊഴിക്കൽ അല്ലെങ്കിൽ നെയ്യാറ്റിൻകര വല്ല വിശ്വാസി ഉണ്ടെങ്കിൽ നീ ഞായറാഴ്ച പള്ളിയിൽ കയറുന്നതല്ല വിശ്വാസിയുടെ ലക്ഷണം. നിന്റെ മുമ്പിൽ നിന്ന് ഭൂതം പുറത്തു പോകുന്നെങ്കിൽ നിന്റെ പേര് വിശ്വാസിയാണ്. അല്ലാതെ സ്തോത്രം, ഒരാളുടെ മീറ്റിങ്ങിന് ഒരു ഭൂതം ഇളകിയപ്പോ അയ്യോ പുള്ളി ഭയങ്കര ആളാണ് കേട്ടോ, പുള്ളി ഭയങ്കര സൂപ്പർ സ്റ്റാറാണ്. നോ 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 നോ, സിനിമയിലായിരിക്കും സൂപ്പർ സ്റ്റാർ, സഭയിൽ ഒരൊറ്റ സൂപ്പർ സ്റ്റാറേ ഉള്ളൂ, അവന്റെ പേരാണ് കർത്താവ് യേശു. അതുകൊണ്ട് വിശ്വാസികളുടെ മുൻപിൽ ഭൂതം പോകുന്നില്ലെങ്കിൽ അതാണ് അത്ഭുതം. ആരും മിണ്ടുന്നില്ല. വിശ്വാസികളുടെ മുൻപിൽ ഭൂതം പോകുന്നതല്ല അത്ഭുതം, വിശ്വാസികളുടെ മുൻപിൽ ഭൂതം പോകാത്തതാണ് അത്ഭുതം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവർ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പൊ 70 പേർക്ക് അവർക്ക് ആ ശക്തിയുണ്ട്. അവിടെ മുൻപിൽ ഭൂതങ്ങൾ മാറുന്നു, രോഗങ്ങൾ ഭൂതങ്ങൾ ഒഴിയുന്നു, രോഗങ്ങൾ മാറുന്നു. അതാണ് 70 പേർ. ആ 70 പേരിൽ നിന്ന് കർത്താവ് ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തിരുന്നു. 12 മണിക്കൂർ പ്രാർത്ഥിച്ചാണ് കർത്താവ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. എന്ന് പറഞ്ഞാൽ ലൂക്കോസ് വിശേഷങ്ങൾ കൃത്യമായി പറയുന്നു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. രാത്രി മുഴുവൻ TV കണ്ടെന്നോ വാട്സപ്പിൽ കുത്തിയെന്നോ അല്ല ബൈബിൾ പറയുന്നത്. യേശു കർത്താവ് പ്രധാനപ്പെട്ടതായി ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. വ്യക്തികളായി കുടുംബമായി നിങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് മുൻപ് വാച്ചിനെ മാറ്റിവെച്ച് ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കി മണിക്കൂറോളം പ്രാർത്ഥിക്കട്ടെ. സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ജീവിക്കേണ്ടത്, ഞാൻ ജീവിക്കേണ്ടത് നമ്മുടെ ഇംഗിതത്തിലും നമ്മുടെ തീരുമാനത്തിലുമല്ല, ദൈവത്തിന്റെ തീരുമാനത്തിലായിരിക്കണം നാം ജീവിക്കേണ്ടത്. യേശു കർത്താവ് 12 മണിക്കൂർ പ്രാർത്ഥിച്ച് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ഒരു ദിവസം യേശുവിന്റെ സഭ പൊളിഞ്ഞു, എല്ലാവരും വിട്ടുപോയി. ഏതോ ഉറങ്ങിയിരുന്ന പാസ്റ്റർമാരെ കണ്ണു തുറന്നു തോന്നുന്നത്, ചർച്ചക്ക് വിട്ടുപോകുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മളെയൊക്കെ ചങ്ക് തകാര്യം അല്ലേ. അപ്പൊ യേശു കർത്താവിന്റെ BP ഒന്നും കൂടിയില്ല. 12 പേരൊഴികെ എല്ലാവരും വിട്ടുപോയി. ഇത്രയും അത്ഭുതം ചെയ്ത് അടയാളം ചെയ്തിട്ട് 12 പേരൊഴികെ എല്ലാവരും ചെതറി. കോവിഡ് വന്നപ്പോഴും നമ്മൾ അതെല്ലാം കണ്ടതാണ്. ഡ്യൂപ്ലിക്കേറ്റുകളെല്ലാം പോയി, ഒറിജിനൽ മാത്രം നമുക്ക് കിട്ടി. സ്തോത്രം. കണ്ട, ഒരാൾ മാത്രം ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ.
നോക്ക്, സ്തോത്രം. 12 പേര്. കർത്താവ് പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്കും കൂടെ പോകാം. യേശു ബാക്കിയുള്ളതിനെ കൂടെ പിരിച്ചുവിടുക. സ്തോത്രം. ഞാനാണെങ്കിൽ ചെയ്യത്തില്ല കേട്ടോ. ഞാനുണ്ടായിരുന്നേ പറഞ്ഞേനെ ബാക്കിയുള്ള എല്ലാവരെയും കൂടെ നിങ്ങൾ പോയി പിടിച്ചിട്ട് തിരിച്ചു പിടിച്ചോണ്ട് വാ എന്നേ പറയത്തുള്ളൂ. പക്ഷെ കർത്താവ് പറഞ്ഞ അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാന്ന് പറഞ്ഞപ്പോ 12 പേർ പറയുന്നു ഞങ്ങൾക്ക് അപ്പവും അത്ഭുതവും മാത്രമല്ല, ഞങ്ങൾക്ക് മറ്റേ ഭൂതത്തെ പുറത്താക്കുന്ന രോഗികളെ സൗഖ്യമാക്കുന്ന ശക്തി മാത്രമല്ല, നിത്യജീവന്റെ മൊഴികൾ ഞങ്ങൾക്കുണ്ട്. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. ഞങ്ങൾക്ക് അത് മതി. എന്തുവാ? നിത്യജീവന്റെ മൊഴികൾ ഞങ്ങൾക്ക് മതി. അതുകൊണ്ട് ഞങ്ങൾ പോകത്തില്ല. അർത്ഥം 12 പേർക്ക് മറ്റ് 70 പേർക്കും അതിന്റെ പുറത്ത് നിൽക്കുന്ന പുരുഷാരത്തിന്റെ ഇല്ലാത്ത വചനമുണ്ട്. അപ്പൊ യേശുവിനോട് എത്രത്തോളമാണോ നിങ്ങൾ അടുക്കുന്നത് അത്രത്തോളം നിങ്ങളുടെ മഹത്വം കുറയല്ല ചെയ്യുന്നത്. ഇന്ന് രാത്രിയിലും യേശുവിനോട് എത്രത്തോളമാണോ അടുക്കുന്നത് അത്രത്തോളം ദൈവമഹത്വം വർദ്ധിക്കുകയാണ്. പുരുഷാരത്തിനില്ലാത്ത 70 പേർക്ക് 70 പേർക്കില്ലാത്തത് 12 പേർക്ക്. ആ 12 പേരിൽ നിന്ന് ഒരു ദിവസം കർത്താവ് 3 പേരെ മാത്രം വിളിച്ചു. ആ മുന്നിലിരുന്ന് ബഹളം കാണിക്കുന്ന 3 പിള്ളേരെ പോലെ സ്തോത്രം 3 പേരെ കർത്താവ് വിളിച്ചു. പത്രോസേ, യാക്കോബേ, യോഹന്നാനെ, വാ നമുക്ക് മല കയറാം എന്ന് പറഞ്ഞ് യേശു ആ 3 പേരെ മാത്രം വിളിച്ചു. അപ്പൊ അക്കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ തിരുവനന്തപുരം ബുദ്ധിയിൽ ഞാൻ ചോദിച്ചേനെ, യേശുവേ കർത്താവേ, ഈ ബാക്കിയുള്ളവന്മാരും പ്രാസംഗരാണല്ലോ, ബാക്കിയുള്ളവരും ശിഷ്യന്മാരും അപ്പോസ്തലന്മാരാണല്ലോ, അവന്മാർക്കില്ലാത്ത മലകയറ്റം എന്തിനാ എനിക്കുള്ളത്? വേറെ ആർക്കും ഇല്ലാത്ത കണ്ണുനീർ, വേറെ ആർക്കും ഇല്ലാത്ത മലകയറ്റം, വേറെ ആർക്കും ഇല്ലാത്ത ദുഷി, വേറെ ആർക്കും ഇല്ലാത്ത സാമ്പത്തിക തകർച്ച, വേറെ ആർക്കും ഇല്ലാത്ത വ്യഥ, വേറെ ആർക്കുമില്ലാത്ത ബുദ്ധിമുട്ടുകൾ, വേറെ ആർക്കുമില്ലാത്ത പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ. യേശു കർത്താവ് പറയുകയാണ്, വാ നിങ്ങൾ 3 പേര് ഈ മല കയറിയാട്ടെ. ചില തിയോളജിയന്മാർ ഇങ്ങനെ പറയുന്നു, വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നു അത് ഹെർമോനിയ മലയാണ്. അത് ഹെർമോനിയ മലയാണെങ്കിൽ തീർന്നു. കാരണം അത് അത്ര കീഴ്ക്കാൻ ദുഃഖായി കിടക്കുന്ന ഒരു മലയാണ്. യവറ്റകൾക്കാണെങ്കിൽ 3 പേർക്ക് മല കയറി പരിചയമില്ല, ഇവർക്ക് മേലോട്ട് കയറി പരിചയമില്ല, ഇവർ വെള്ളത്തിലേക്ക് താഴോട്ട് ചാടിയാണ് പരിചയം. കാരണം മുക്കോമാരാണ്. പലർക്കും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ താഴേക്ക് ചാടാനാണ് പരിചയം. പക്ഷെ യേശുവിന് ഇന്ന് രാത്രി വിളി മേലോട്ട് കയറി വാ എന്നാണ്. മനസ്സിലാക്കുന്നോ ഞാൻ പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്ന എനിക്ക് തോന്നുന്നു എനിക്കെന്തോ കുഴപ്പമുണ്ട്, ലോകം കണ്ട ഏറ്റവും വലിയ പിന്മാറ്റക്കാരനാണ് ഞാനെന്ന് തോന്നുന്നു. ഞാൻ ആൾറെഡി പറഞ്ഞു, ഞാൻ മലയാളി പ്രാസംഗികനല്ല, ഞാൻ വരത്തില്ല കേരളത്തിൽ. റിയലി ഞാൻ വരത്തില്ല. കാരണം കുറച്ച് നാളുകൂടെ എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ വരത്തില്ല. പിന്നെ ഞാൻ വന്ന് പെട്ടുപോയതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സ്തോത്രം പറഞ്ഞേ, അല്ലാതെ എനിക്കെന്തോ കുഴപ്പമുണ്ടതുപോലെ നിങ്ങളിങ്ങനെ ഇരിക്കല്ലേ പ്ലീസ്. സ്തോത്രം. അവരിങ്ങനെയാണോ ഇരിക്കുന്നത് സാധാരണ? അല്ല, കുറച്ചുകൂടെ സന്തോഷമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ കളർ ഉടുപ്പിട്ടത് കൊണ്ടായിരിക്കും ചിലപ്പോൾ. അല്ല, നമ്മൾ തമ്മിൽ അതിരുവർക്കൊന്നും ഇല്ലല്ലോ. ഞാൻ പ്രത്യേകിച്ച് ചില പാസ്റ്റർമാരെ നോക്കിയാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നോക്ക്, സന്തോഷമാണല്ലോ അല്ലേ? കരങ്ങൾ ഉയർത്തിയ ഹല്ലേലൂയ പറഞ്ഞേ. ഓക്കെ. അപ്പോൾ നോക്കിയാ ഇടയ്ക്ക് ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുന്നെങ്കിൽ കുറച്ചുകൂടെ കിട്ടും. കാരണം നമ്മുടെ വാ തുറന്നാലേ സ്വർഗം തുറക്കത്തുള്ളൂ. നമ്മളെ ഹൃദയം തുറന്നു എന്നതിൻ്റെ അടയാളമാണ് നമ്മുടെ അധനം തുറക്കുന്നത്. ഓക്കെ, ഗുഡ്. അപ്പോൾ നോക്കിയേ, സ്തോത്രം. യേശു കർത്താവിൻ്റെ വിളി അതാണ്. 3 പേരെ നോക്കിയിട്ട് പറഞ്ഞു, വാ നിങ്ങൾ 3 പേര് വാ നമുക്ക് ഈ മല കയറാം. അവരിങ്ങനെ 3 പേര് മല കയറുകയാണ്. ആ മുന്നിൽ കയറിപ്പോകുന്ന യേശു കർത്താവ് ഭയങ്കരമായി പെട്ടെന്ന് കയറിപ്പോകുന്നു. പക്ഷെ പിന്നാലെ വരുന്നതായ ആ ശിഷ്യന്മാര്, സ്തോത്രം, അവർക്ക് കുറെ അങ്കലാപ്പും കുറച്ച് സ്തോത്ര വേദനകളൊക്കെ, കുറച്ച് അങ്കലാപ്പുകളും കുറച്ച് ആകുലതകളൊക്കെ ഉണ്ടായിരിക്കും. ബാക്കി 9 പേർക്കില്ലാത്ത മലകയറ്റമാണ് എനിക്കുള്ളത്. ഇന്ന് രാത്രി ആരൊക്കെയോ പറയുന്നുണ്ടായിരിക്കും, വേറെ ആർക്കുമില്ലാത്ത നിന്ന, വേറെ ആർക്കില്ലാത്ത രോഗങ്ങൾ, വേറെ ആർക്കുമില്ലാത്ത മരുന്ന്, വേറെ ആർക്കുമില്ലാത്ത തടസ്സങ്ങൾ, വേറെ ആർക്കുമില്ലാത്തതായ നിലവിളികൾ, വേറെ ആർക്കുമില്ലാത്ത കണ്ണുനീരുകൾ എന്നൊക്കെ നിങ്ങൾ പറയുന്നെങ്കിൽ മക്കളെ, അതാണ് നിന്റെ വിളി. ദൈവം തന്നെ വിളിച്ച വിളി അതാണ്. ദൈവം തന്നെ വിളിച്ച വിളി നേരും നിരപ്പുമായിട്ടുള്ള വഴിയിലൂടെയൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ ചില മലകയറ്റം ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ നാഷണലി ഇന്റർനാഷണലി ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഏത് കൾച്ചറിൽ, ഏത് രാജ്യത്ത്, ഏത് ദൈവദാസന്മാർ, ഏത് അപ്പോസ്തലന്മാർ, ഏത് മിഷണറിമാർ ആരൊക്കെയാണോ സ്തോത്രം വലിയ മലകയറ്റങ്ങൾ കണ്ടത്, വലിയ പ്രശ്നങ്ങൾ ആരൊക്കെയാണോ അനുഭവിച്ചത്, അവരെല്ലാവരും വേറെ ആർക്കുമില്ലാത്ത വലിയൊരു മഹത്വം ചുമക്കുന്നത് ദൈവകൃപയാൽ ഞാൻ കാണുകയുണ്ടായി. യേശുവിന്റെ നാമത്തിൽ. പത്രോസേ, യാക്കോബേ, യോഹന്നാനെ, കേറിക്കോ, പിറുപിറുക്കാതെ കേറിക്കോ. വേറെയുള്ളവരുമായി കമ്പയർ ചെയ്യാതെ പെട്ടെന്ന് കയറിക്കോ. കാരണം എന്ത്? നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ഏറ്റവും മുകളിൽ ഒരു അൺകോമൺ ഗ്ലോറി, വേറെ ആർക്കുമില്ലാത്ത വലിയൊരു മറുരൂപ മലയുടെ മഹത്വം,
വേറെ ആർക്കുമില്ലാത്തൊരു മഹത്വം ഇതാ മലയുടെ മണ്ടയ്ക്ക് നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. വേറെ ആർക്കുമില്ലാത്ത വ്യഥകൾ, വേദനകൾ, കണ്ണുനീരുകൾ, ബുദ്ധിമുട്ടുകൾ, തകർച്ചകൾ ഒക്കെ നിങ്ങൾ കണ്ടു എങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്തോ ഒന്ന് നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ശുശ്രൂഷയിലൊക്കെ കർത്താവിന് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തുവാനുണ്ട്. കയറിയാട്ടെ, മേലേക്ക് കയറി ചെന്നാട്ടെ. അതാണ് നിന്റെ വിളി. വേറെ ആർക്കുമില്ലാത്ത മലകയറ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ വേറെ ആർക്കുമില്ലാത്ത ഒരു മഹത്വമുണ്ട് യേശുവിന്റെ നാമത്തിൽ. രാത്രി ദൈവദാസന്മാരെ നോക്കി ഞാൻ അങ്ങനെ വിളിച്ചു പറയട്ടെ. സ്തോത്രം. ഇന്ത്യൻ ദൈവസഭയിൽ, കേരളത്തിലെ ദൈവസഭയിൽ ആരും കണ്ടിട്ടില്ലാത്ത, ആരും ചുമന്നിട്ടില്ലാത്ത ഒരു അൺകോമൺ ഗ്ലോറി, പൊതുവായി വെളിപ്പെടാത്ത വലിയൊരു മഹത്വം, പൊതുവായി വെളിപ്പെടാത്ത വലിയൊരു ശുശ്രൂഷയുടെ മഹത്വം ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് നിങ്ങളിലൂടെ പുറത്തെടുക്കുമാറാകട്ടെ. അപ്പോൾ പ്രിയനായ ഈ ശിഷ്യൻ, അവനാണല്ലോ നമ്മുടെ വിഷയം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മിക്കവാറും പേർക്ക് ആദ്യം യേശു കർത്താവ് കഴിഞ്ഞാൽ കാണാൻ ഏറ്റവും ആഗ്രഹം പൗലൂസിനെയാണ്. കാരണം പൗലൂസിന്റെ 13 ലേഖനം കൊണ്ടാണ് മിക്കവാറും ഞായറാഴ്ചകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ ആഗ്രഹം, സ്തോത്രം, കർത്താവ് കഴിഞ്ഞാൽ പൗലൂസിനെയാണ്. ഓക്കെ, നിങ്ങൾ പൗലൂസിനെ കണ്ടോ? പക്ഷെ ഞാൻ ആ ക്ലബ്ബല്ല. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, സ്തോത്രം, പൗലൂസിനെയല്ല, എനിക്ക് യോഹന്നാനെയാണ് ഇഷ്ടം. ഞാൻ പറയാം എന്താ കാര്യമെന്ന്. പൗലൂസിന്റെ പേനയിൽ നല്ല മഷി ഉണ്ടായിരുന്നു, നല്ലത്, എനിക്കൊരു വിരോധമില്ല. പക്ഷേ സ്തോത്രം, യോഹന്നാനി എനിക്കിഷ്ടം. ഞാൻ കർത്താവ് കഴിഞ്ഞാൽ അടുത്ത സ്തോത്രം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാനെയാണ്. അപ്പോൾ യോഹന്നാൻ ഒരു ദിവസം ആ മീറ്റിങ്ങിന് വേണ്ടി വരുമ്പോൾ വലിയ പുരുഷാരമാണ്, നേരത്തെ പറഞ്ഞതുപോലെ ആ വലിയ പുരുഷാരം. അപ്പൊ യോഹന്നാൻ യേശുവുമായി കണക്ട് ചെയ്തത് ഒന്നുകിൽ 18, 19, 20 വയസ്സായിരിക്കും, അല്ലെങ്കിൽ 21, 22 ആയിരിക്കും എന്നാണ് ചരിത്രം പറയുന്നത്. മേ ബി 20s, സ്തോത്രം, 20കളുടെ താഴെയായിരിക്കും, അല്ലെങ്കിൽ ഏർലി 20s, 20 ആയിരിക്കും, സ്തോത്രം, ഈ യോഹന്നാന്റെ വയസ്സ്. ഒരിക്കൽ കൂടെ, യോഹന്നാൻ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോ, യോഹന്നാൻ യേശുവിന്റെ ശിഷ്യനായപ്പോ അവന് 18, 19, 20 വയസ്സ് മാത്രമേ, അല്ലെങ്കിൽ മാക്സിമം 21, 22 വയസ്സ് മാത്രമേ യോഹന്നാന് പ്രായമുണ്ടായിരുന്നുള്ളൂ. ആ 12 പേരിൽ ഏറ്റവും ഇളയവനായിരുന്നു യോഹന്നാൻ. സോ യോഹന്നാൻ യേശുവിന്റെ മീറ്റിങ്ങിന് വേണ്ടി കടന്നു വന്നാൽ യേശു പറയും, എനിക്ക് വേണ്ടിയത് അപ്പമല്ല, അത്ഭുതമല്ല. പലരുടെ ആത്മീയ ജീവിതം അപ്പം കണ്ടു, അത്ഭുതം തിന്നു, അല്ല അപ്പം തിന്നു, അത്ഭുതം കണ്ടു, അപ്പം തിന്നു, അത്ഭുതം കണ്ടു, പിന്നെ മീറ്റിങ്ങിന് വരത്തില്ല. രോഗസൗഖ്യം കിട്ടി, പിന്നെ ചർച്ചിൽ വരത്തില്ല. ഒരു അനുഗ്രഹം ലഭിച്ചു, വിസ കിട്ടി, ദുബായിൽ പോയി, പിന്നെ യേശുവിന് വേണ്ട. കാര്യം കാണുന്നതല്ല ആത്മീയം. എത്ര പേർ സ്തോത്രം പറഞ്ഞാന്ന് അറിയത്തില്ല. കാര്യം കാണുന്നതല്ല ആത്മീയം, സ്തോത്രം. സോ എന്നാൽ യോഹന്നാൻ പറയും, എനിക്ക് അപ്പവും അത്ഭുതവും മാത്രമല്ല വേണ്ടിയത്, പിന്നെ നിനക്ക് എന്താ വേണ്ടിയത്? ആ 70 പേരുടെ ശക്തിയാണോ? അവൻ പറയും, ഭൂതം പോകുമായിരിക്കും, രോഗികൾ സൗഖ്യമാകുമായിരിക്കും, പക്ഷേ ഭൂതം പോകുന്നതും രോഗികളും സൗഖ്യമാക്കുന്നതുമല്ല എന്റെ ലക്ഷ്യം. അത് നടക്കണം, നടന്ന് തന്നെയാകണം, പക്ഷേ അതുകൊണ്ട് ഞാൻ നിർത്തത്തില്ല. പിന്നെ എന്തോ ആ 12 പേരുടെ വചനമാണോ നിത്യജീവ മൊഴികൾ? അവൻ പറയും, എനിക്ക് ആ ഗ്രീക്കും ലാറ്റിനും ഹീബ്രുവും അതിന്റെ റൂട്ടും, സ്തോത്രം, 5 പോയിന്റും 7 പോയിന്റും അല്ല. പോയിന്റ് തള്ളാനല്ല എന്റെ ആത്മീയ ജീവിതം, പോയിന്റ് പറയുന്നതല്ല ആത്മീയ ജീവിതം. പിന്നെ എന്താ, എങ്ങോട്ടാ യോഹന്നാനെ പോകുന്നത്? അന്നാ മറുരൂപം അല്ലെങ്കിൽ കയറിച്ചു വന്നപ്പോ കണ്ട മഹത്വം ഉണ്ടല്ലോ, അതുപോലുമല്ല എന്റെ ലക്ഷ്യം. അപ്പൊ യോഹന്നാൻ പറയും, ഇതെല്ലാം സഭയിലുണ്ട്, ഇതെല്ലാം യേശുവിൽ നിന്ന് വെളിപ്പെടുത്തും. യേശു എവിടെയാണോ ചലിക്കുന്നത് അവിടെ രോഗികൾ സൗഖ്യമാകും, അവിടെ ഭൂതങ്ങൾ പുറത്തു പോകും, അവിടെ സ്തോത്രം, അതെ, അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്കും, അവിടെ അനുഗ്രഹങ്ങൾ വെളിപ്പെടും, അവിടെ സ്തോത്രം, അതെ, ദൈവവചനത്തിന്റെ ധാരാളത്വം വെളിപ്പെടും, അവിടെ ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കും. ഒരിക്കൽ കൂടെ, യേശു ഉള്ളിടത്ത് അനുഗ്രഹങ്ങളുണ്ട്, യേശു ഉള്ളിടത്ത് വിടുതലുകളുണ്ട്, യേശു ഉള്ളിടത്ത് വചനമുണ്ട്, യേശു ഉള്ളിടത്ത് ദൈവത്തിന്റെ മഹത്വമുണ്ട്. നിങ്ങളുടെ ഹൃദയ കണ്ണ് തുറന്നു നോക്കിയാൽ അപ്പുറത്തെ ലോക്കൽ പോലീസ് അല്ല, ശക്തന്മാരെ ദൂതന്മാർ ഈ പന്തലും കീഴിൽ ഇന്ന് രാത്രിയിലും ഇറങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് ശക്തമായി കാണുവാൻ ഗുണം കഴിയും. യേശു ഉള്ളിടത്ത് ഇതെല്ലാം ഉണ്ട്. പക്ഷേ യോഹന്നാൻ പറയും, എനിക്ക് അനുഗ്രഹമല്ല എന്റെ ലക്ഷ്യം, 70 പേരുടെ ശക്തിയല്ല, 12 പേരുടെ വചനമല്ല, 3 പേരുടെ മഹത്വമല്ല, ഇതെല്ലാം പ്രവർത്തിക്കുന്ന ഉടമസ്ഥനെയാണ് എനിക്ക് വേണ്ടിയത്. ഇതെല്ലാം പ്രവർത്തിക്കുന്ന ഉടമസ്ഥനാണ് എന്റെ ലക്ഷ്യം. ഇന്ന് രാത്രി ഈ പന്തൽ കീഴിൽ ഫസ്റ്റ് റോ മുതൽ ലാസ്റ്റ് റോ വരെ ആയിരിക്കുന്ന സകല കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ വിളിച്ചു പറയട്ടെ, എന്റെ ലക്ഷ്യം ഇന്ന് രാത്രി യേശുവിന്റെ കയ്യിൽ നിന്ന് ഒഴുകുന്നതായ അനുഗ്രഹങ്ങളല്ല, അവന്റെ അധരത്തിലൂടെ വരുന്നതായ വചനമല്ല, എനിക്ക് വേണ്ടിയത് അവന്റെ മാറിടമാണ്.
എനിക്ക് വേണ്ടിയത് അവന്റെ മാറിടമാണ്. യെസ് യെസ്, എനിക്ക് വേണമെങ്കിൽ 100 കണക്കിന് എന്തൊക്കെയോ പ്രസംഗിക്കാമായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി എന്റെ കർത്താവ് എന്നെ പറഞ്ഞയച്ചത്, പോയി തൊഴിക്കൽ എന്റെ ജനത്തോട് പറ, എന്റെ മാർവോട് ചേർന്നിരിക്കുന്ന യോഹന്നാനെ പോലെ, എന്റെ മാർവോട് ചേർന്നിരിക്കുന്ന യോഹന്നാനെ പോലെ, എന്റെ മാർവോട് ചേർന്നിരിക്കുന്ന യോഹന്നാനെ പോലെ എന്റെ ഹൃദയ സ്പന്ദനം കേൾക്കുന്ന 2023 24 ഒരു കൂട്ടം യോഹന്നാന്മാരെ ഈ പന്തലിൻ കീഴിൽ നിന്ന് എനിക്ക് എഴുന്നേൽപ്പിക്കാനുണ്ട്. കമോൺ, അധരങ്ങളെ തുറന്ന് അല്പനേരം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹങ്ങളുണ്ട്, വിടുതലുകളുണ്ട്, വചനമുണ്ട്, മഹത്വമുണ്ട്. എന്നാൽ യോഹന്നാൻ പറയും, സ്തോത്രം. ഒരു ദിവസം ആ സിഹിയോൻ മാളിമുറിയിൽ 12 ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചു കയറ്റിയ ആ യോഗത്തിൽ യോഹന്നാൻ പറയും, എല്ലാ സർവീസിനും ഞാൻ നേരത്തെ പോകുമായിരുന്നു. ആരാധനയ്ക്ക് ഒറ്റ സർവീസിന് പോലും ഞാൻ താമസിച്ചു പോകത്തില്ല. ഞാൻ നേരത്തെ പോയത് കൊണ്ടാണ് എനിക്ക് ബെസ്റ്റ് സീറ്റ് കിട്ടിയത്, അവൻ്റെ മാറോട് ചേർന്നിരിക്കാൻ പറ്റിയത്. താമസിച്ചു വന്ന ആരും കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി, നാളെ നേരത്തെ വന്നാൽ മതി. സ്തോത്രം. അപ്പോൾ യോഹന്നാൻ പറയും, അതെ, ഞാൻ നേരത്തെ പോയത് കൊണ്ടാണ് അവൻ്റെ മാറോട് ചേർന്നിരിക്കാനുള്ള ബെസ്റ്റ് സീറ്റ് എനിക്ക് കിട്ടിയത്. അങ്ങനെ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നപ്പോൾ വേറെ ആരും കേൾക്കാത്തത് യോഹന്നാൻ കേൾക്കുകയാണ്. മദ്ദലക്കാരത്തി മറിയ അത് കേട്ടില്ല. ബാക്കി 11 അപ്പോസ്തലന്മാർ അത് കേട്ടില്ല. ഭൃത്യമായി ഉൾപ്പെടെയുള്ള കുരുടന്മാർ കേട്ടില്ല. അപ്പം തിന്നവരും അത്ഭുതം കണ്ടവരും ഘോഷണ പാടിയവരും അത് കേട്ടില്ല. അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിക്കുന്ന ദൈവത്തിന്റെ പ്രിയപുത്രന്റെ ഹൃദയസ്പന്ദനം യോഹന്നാൻ മാത്രമാണ് കേട്ടത്. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. സഭ മറ്റൊരു തലത്തേക്ക് ഈ ദിവസങ്ങളിൽ ഉയരുകയാണ്. ശുശ്രൂഷ മറ്റൊരു ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ കൊണ്ടുപോകുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾ നോക്കി പ്രവചിക്കട്ടെ, നിങ്ങളുടെ തുരുമ്പുകൾ മാറി നിങ്ങളുടെ മൂർച്ചകൾ വർദ്ധിക്കുന്ന ഒരു സീസണിലേക്ക് ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളെ കൊണ്ടുവരികയാണ്. യെസ്, ഏറ്റെടുക്കണം സഹോദരന്മാർ, ഏറ്റെടുക്കണം. മങ്ങിക്കത്തുന്ന നിങ്ങളുടെ തീകൾ ആളിക്കത്തുന്ന കാട്ടുതീകൾ പോലെ ആയിത്തീരേണ്ട ദിവസങ്ങൾ ഇതാ കടന്നു വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സഭയുടെ ഏതോ തൂണിലും ബെഞ്ചിലും ചാരിയിരിക്കുന്നവരല്ല. രാത്രി ആരെയോ ഇൻവൈറ്റ് ചെയ്യുന്നു, ആരെയോ സഹായിക്കുന്നു, ആരെയോ കൊണ്ടുപോകുന്നു. എങ്ങോട്ട്? യേശുവിൻ്റെ മാറിടത്തിലേക്ക്. ഇന്ന് രാവിലെ എൻ്റെ നിലവിളി അതായിരുന്നു. ഞാൻ എങ്ങനെയാ ഇന്നത്തെ ദിവസം ആരംഭിച്ച, പരിശുദ്ധാത്മാവേ യേശുവിൻ്റെ മാറിടത്തിലേക്ക് എന്നെ ഒന്ന് ആനയിക്കണമേ. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവേ യേശുവിൻ്റെ മാർവിടത്തിലേക്ക് എന്നെ ഒന്ന് ചേർത്ത് ഇരുത്തണമേ. ഒരിക്കൽ കൂടെ, പരിശുദ്ധാത്മാവേ. ദൈവാത്മാവിന് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? അല്ലാതെ ഒരു പ്രാസംഗിനും അത് പറ്റത്തില്ല, ഒരു കൊയറിനും പറ്റത്തില്ല, ഒരു ബിഷപ്പിനും ഒരു കർദിനാളിനും അത് പറ്റത്തില്ല. യേശുവിൻ്റെ മാറോട് ചേർത്തിരുത്താൻ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. ശബ്ദമുയർത്തി ഒരു നിമിഷം ദൈവത്തെ സ്തോത്രം ചെയ്താൽ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിന്റെ പ്രാണന്റെ ശരീരത്തിന്റെ നിയന്ത്രണം പരിപൂർണമായി ഒന്ന് ഏറ്റെടുത്തിട്ട് യേശുവിന്റെ മാർവോലേക്ക് ഒന്ന് കൊണ്ടു ചെല്ലട്ടെ. അവിടെ നമുക്കൊന്ന് പാർക്കാം. 30 ലക്ഷം ജനം കൂടെ ഉണ്ടായിരുന്നപ്പോ മോശ എല്ലാ ദിവസവും മന്ന പൊഴിയുന്നത് കണ്ടു, ആയിരക്കണക്കിന് അത്ഭുതങ്ങളെ കണ്ടു, 10 ബാധകളെ കണ്ടു, ചെങ്കടൽ വിഭാഗിക്കുന്നത് കണ്ടു. പക്ഷെ ഒരു ദിവസം ദൈവത്തോട് പറഞ്ഞു, ഷോ മീ യുവർ ഗ്ലോറി, നിന്റെ മഹത്വത്തെ എനിക്കൊന്ന് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞപ്പോൾ ഒരു പിളർന്ന പാറയിൽ അവനെ കയറ്റി അങ്ങ് നിർത്തി. പിളർന്ന പാറയിൽ അവനെ കയറ്റി നിർത്തി. ആദ്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല, പിളർന്ന പാറയിൽ അവനെ കയറ്റി നിർത്തി. പക്ഷെ പുതിയ നിയമം വന്നപ്പോൾ ആ റോമൻ പടയാളി അവനെ കുത്തി വിലാപ്പുറം തുറന്നപ്പോൾ എനിക്ക് മനസ്സിലായി, പിളർന്ന പാറ ആരാണ്, എവിടെയാണ്. ഓ ലോർഡ്, ഈ ദിവസങ്ങളിൽ നമുക്ക് അവിടെ ഒന്ന് കയറി ഒന്ന് പാർക്കണം. ശുശ്രൂഷ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ഓടുന്നതെന്ന് എനിക്ക് വിശ്വാസമില്ല. ശുശ്രൂഷ എന്ന് പറയുന്നത് ഇതുപോലെ ആൾക്കാരെ കാണുമ്പോൾ നല്ല രസമുള്ള കുറച്ച് വചനം വിളിച്ചു പറയുന്നത് എന്നെനിക്ക് തോന്നുന്നില്ല. ശുശ്രൂഷ എന്നത് ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പിളർക്കപ്പെട്ട എൻ്റെ കർത്താവിൽ വസിക്കുന്നതാണ്. അതേ യോഹന്നാൻ യേശുവിന്റെ മാർവോട് ചേർന്നിരുന്ന
യേശുവിനെ നോക്കി ആരും ഓടിപ്പോയാലും ഞാൻ ഓടിപ്പോകത്തില്ല, ഐ ലവ് യു, ഐ ലവ് യു എന്ന് കൂടെ പറഞ്ഞവനാണ് പത്രോസ്. ഈ കൂടുതൽ ആരേലും കുനിയുമ്പോൾ മനസ്സിലാക്കണം, അത് കാല് വരാനുള്ള പരിപാടിയാണ്. ആരും കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. സ്തോത്രം. സോ ഞാൻ നിനക്ക് വേണ്ടി ചത്തുകളയുമേ എന്നാണ് പത്രോസ് പറഞ്ഞത്. ഞാൻ നിനക്ക് വേണ്ടി ചത്തുകളയും. പക്ഷെ അവൻ 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞു. പക്ഷേ പത്രോസ് ഉൾപ്പെടെ എല്ലാവരും ഓടിപ്പോയപ്പോ ജോൺ വാസ് ദേർ അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ക്രോസ്. ക്രൂശീകരണ സമയത്ത് സ്തോത്രം യോഹന്നാൻ മാത്രം സ്തോത്രം അതെ ആ ക്രൂശിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, കഷ്ടകാലം കടന്നു വന്നപ്പോ, ക്രൈസിസ് കടന്നു വരുമ്പോ ആരെങ്കിലും നിന്റെ കൂടെ നിൽക്കുന്നെങ്കിൽ അവരാണ് യഥാർത്ഥ സ്നേഹിതൻ. അല്ലാതെ ദേവദാസന്മാരെ നിങ്ങളുടെ പ്രസംഗത്തിന്റെ കുറിപ്പെഴുതുന്നവരല്ല നിങ്ങൾക്ക് വേണ്ടിയത്. നമ്മുടെ ചർച്ചിൽ ഒത്തിരി ഫാൻസ് ഉണ്ട്, ഫാൻസ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നത്, ഫ്രണ്ട്സ് എത്ര പേരുണ്ടെന്നാണ്. ഫാൻസ് നിന്റെ നല്ല കാലത്ത് കൂടെ ഇരിക്കും, ഫ്രണ്ട്സ് നിന്റെ കഷ്ടകാലത്ത് കൂടെ ഇരിക്കും. ഒരിക്കൽ കൂടെ, ഫാൻസ് നിന്റെ നല്ല കാലത്ത് ഹോശന പാടുമ്പോ നിന്റെ നല്ല കാലത്ത് ഫാൻസ് കൂടെ ഇരിക്കും, കഷ്ടകാലത്ത് ഫ്രണ്ട്സ് കൂടെ ഇരിക്കും. യേശു കർത്താവ് ക്രൂശിൽ കിടന്നതായ ആ സമയത്ത് ബാക്കി എല്ലാവരും ചെതറിയപ്പോൾ സ്തോത്രം യോഹന്നാൻ മാത്രം ആ ക്രൂശിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല യോഹന്നാന്റെ കൈക്ക് ഭയങ്കര കരുത്തായിരുന്നു കേട്ടോ. ഈ മാറോട് ചേർന്നിരിക്കുന്നവന് കൈക്ക് നല്ല കരുത്തായിരിക്കും. കൈക്ക് കരുത്ത് എന്നെങ്ങനെ പറയാൻ കഴിയും? കാരണം അതുകൊണ്ടാണ് അമ്മയെ വേറെ ആരുടെയും കയ്യിൽ കൊടുത്തില്ല, യോഹന്നാന്റെ കയ്യിൽ മാത്രം കൊടുത്തത്. അപ്പൊ യൂദയുടെ കയ്യിൽ അമ്മയെ കൊടുത്തിരുന്ന ഈ ദേവദാസനെ എപ്പ വിറ്റ് പൈസയാക്കി എന്ന് ചോദിച്ചാൽ മതി. പലരുടെയും കർത്താവിന് സൺഡേ ഞായറാഴ്ച കച്ചവടക്കാരെ കയ്യിൽ കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താ മിണ്ടാതെ? ഒരിക്കൽ കൂടെ പറയാം, സൺഡേ കച്ചവടക്കാരുടെ കയ്യിൽ പലതും കൊടുക്കാൻ തക്കവണ്ണം കഴിക്കത്തില്ല. കാരണം ശുശ്രൂഷ എന്ന് പറയുന്നത് ബിസിനസ് അല്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് എന്ത് കൊടുക്കാം എന്ന് പറയുന്നതിന്റെ പേരാണ് അതേ ശുശ്രൂഷ. ശുശ്രൂഷ കച്ചവടമല്ല. സ്തോത്രം. എന്നാൽ ഈ മാർവോട് ചേർന്നിരിക്കുമ്പോ സ്തോത്രം സ്വർഗം തുറക്കുകയാണ്. സ്വന്തം ഭവനം യാക്കോബിനെതിരായി തീർന്നു. അപ്പനവനെ സ്തോത്രം കൊടുത്ത അനുഗ്രഹം തിരിച്ചെടുക്കാൻ കാത്തിരിക്കുക. യാക്കോബിനെ കണ്ടാൽ ഇസഹാക്ക് എപ്പ അനുഗ്രഹം തിരിച്ചെടുത്ത് എന്ന് ചോദിച്ചാൽ മതി. തന്റെ അണ്ണനാണെങ്കിൽ, അണ്ണൻ എന്ന് പറഞ്ഞാലല്ലേ ഇവിടെ അറിയത്തുള്ളൂ, തന്റെ ജ്യേഷ്ഠൻ ഏശാവാണെങ്കിൽ ഇവനെ തട്ടിക്കളയാൻ വേണ്ടിയിരിക്കുക. അങ്ങനെ സ്വന്തം വീട് തനിക്ക് എതിരായപ്പോൾ ലൂസ് എന്ന പട്ടണത്തിൽ വന്നിട്ട് ഒരു കല്ലേല് ഇവൻ കല്ല് തലയണിയായി തീർന്നു. പക്ഷേ ആ കല്ല് നല്ല കല്ലായതുകൊണ്ട് സ്വർഗം തുറക്കപ്പെട്ടു. അർത്ഥം, യേശു ആകുന്നതായ മൂലക്കല്ലിൽ തല വെച്ചാൽ സ്വർഗം തുറക്കപ്പെടും. ഈ തലമുറയിൽ നമുക്ക് ജീവിക്കണം. എവിടെ? വീട്ടിലല്ല, തുറന്ന സ്വർഗത്തിൻ കീഴിൽ ദൈവത്തിന്റെ കൃപയാൽ ജീവിക്കണം. സ്വർഗം തുറന്നു കഴിഞ്ഞാൽ പിന്നെ ചെകിടന്റെ ചെവിയും കുരുടന്റെ കണ്ണും തുറന്ന് പലതും തുറന്ന് സ്തോത്രം മീനിന്റെ വായൊക്കെ തുറന്ന് അവസാനം സ്വന്തം കല്ലറ വരെ അങ്ങ് തുറന്നു. ഞാൻ നിങ്ങൾ നോക്കി പറയാം, തുറന്ന സ്വർഗമാണെങ്കിൽ പിന്നെ ഒന്നിനും ഒരുത്തർക്കും നിന്റെ മുമ്പിൽ ഒന്നിനും അടച്ചു നിർത്തുവാൻ കഴിയത്തില്ല. തുറന്ന സ്വർഗമാണെങ്കിൽ പിന്നെ സകലതും തുറന്നു വന്ന് തന്നെയാകണം. യാക്കോബ് ആ കല്ല് തലയിണയായി വെച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടെങ്കിൽ സ്തോത്രം യോഹന്നാൻ യേശുവിന്റെ മാറോട് തല ചേർത്ത് വെച്ചു. അവന്റെ കൈ നല്ല കരുത്തുള്ള കൈയായതുകൊണ്ട് അമ്മയെ യോഹന്നാന്റെ കയ്യിൽ കൊടുത്തു. സഭാചരിത്രം പറയുന്നു, സ്തോത്രം യോഹന്നാനായിരുന്നു തുറന്നുള്ള വർഷങ്ങളിൽ എഫെസോസിലൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ അമ്മ മറിയെ സ്തോത്രം പരിചരിച്ചത്. അങ്ങനെ പാർത്തിരിക്കുമ്പോഴാണ് ആ മാതാവ് സ്തോത്രം നിത്യതയിൽ പ്രവേശിച്ചത്. അവസാന സെക്കൻഡ് വരെ യോഹന്നാൻ അമ്മയെ ടേക്ക് കെയർ ചെയ്യുകയുണ്ടായി. അപ്പൊ ബാക്കിയുള്ള ശിഷ്യന്മാരെക്കാൾ പ്രിയനായ ശിഷ്യൻ എന്ന് പറയുവാൻ യോഹന്നാൻ എന്തുകൊണ്ടും സ്തോത്രം യോഗ്യനാണ്. യേശുവിന്റെ മാർവോട് അവൻ ചേർന്നിരുന്നവനാണ്. സ്തോത്രം ആ കഷ്ട സമയത്ത് അവൻ ക്രൂശിന്റെ ചുവട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സ്വന്തം അമ്മയെ അവൻ ടേക്ക് കെയർ ചെയ്തു. അപ്പൊ ഇത്രയും നന്മകളൊക്കെ യോഹന്നാൻ ചെയ്തത് കൊണ്ട് യോഹന്നാന് കൊടുക്കേണ്ടത് ഏറ്റവും മാന്യമായ ഒരു സ്ഥലവും നല്ലൊരു ജീവിതവും നല്ല സന്തോഷമുള്ളതായ ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു. നമ്മളങ്ങനെയൊക്കെയാണ് നമ്മുടെ തിരുവനന്തപുരം ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. സ്തോത്രം, ഇത്രയൊക്കെ ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നു, ഇത്രയൊക്കെ കർത്താവിനെ സ്നേഹിച്ചു, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല. മറ്റുള്ളവരെ ട എന്ന് സ്തോത്രം പറഞ്ഞപ്പോൾ ഞാൻ ഇട്ട എന്നാണ് പറഞ്ഞത്. സ്തോത്രം, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ കിട്ടും എന്നാണ് നമ്മൾ വിചാരിച്ചത്.
പക്ഷേ 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 ഈ പുള്ളിക്ക് കിട്ടിയത് ഏറ്റവും മാന്യമായ സ്ഥലവും സന്തോഷമുള്ളതായ സാഹചര്യവും ഏറ്റവും ഉന്നതമായ സുഖ സൗകര്യമായ ഒരു റോസ് ബെഡ് അല്ല കിട്ടിയത്, ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമൊന്നും അല്ല കിട്ടിയത്. അദ്ദേഹത്തിന് കിട്ടിയത് ആരോരുമില്ലാത്തതായ ഒരു പത്മോസ് ദ്വീപാണ്. ആരോരുമില്ലാത്തതായ ഒരു പത്മോസ് ദ്വീപാണ് ഈ പുള്ളിക്ക് കിട്ടിയത്. അപ്പോൾ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ എത്തുമ്പോഴേക്കും ചരിത്രം പറയുന്നത് 93 വയസ്സ് തനിക്ക് പ്രായം ഉണ്ടായിരുന്നെന്നാണ്. എത്ര വയസ്സ്? ഒരിക്കൽ കൂടെ 93 വയസ്സ് പ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയുയർത്തിക്ക്. സ്തോത്രം. 93 വയസ്സ് ആരുടെ ഒരാളുടെ കൈ ഉയർന്നത് പോലെ എനിക്ക് തോന്നി. പക്ഷെ പുള്ളി കണ്ടിട്ട് അതിന്റെ പകുതി പോലെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം 41 വയസ്സ് പ്രായമുള്ള ഒരാൾ പറഞ്ഞ ജീവിതം മിക്കവാറും തീരാറായി. പക്ഷെ ഞാൻ പറയട്ടെ, ജീവിതം തീരാറായില്ല. നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. നല്ല കാലം, സ്തോത്രം, അതെ, പിൻപിലല്ല, നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. 93-ാമത്തെ വയസ്സിലാണ് യോഹന്നാൻ ഇതാ സ്തോത്രം പത്മോസ് ദ്വീപിൽ എത്തിച്ചേരുന്നത്. അയ്യോ, അമ്മയെ പരിചരിച്ചവനാണ്, യേശുവിന്റെ മാർവോട് ചേർന്നിരുന്നവനാണ്. ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാവരും വിട്ടോടിയപ്പോഴും യേശുവിന്റെ സ്തോത്രം ക്രൂശിന്റെ ചുവട്ടിൽ നിന്നവനാണ്. ഇവനെങ്ങനെയാ ഈ പത്മോസ് ദ്വീപിൽ വന്നെത്തിയത്? ഡൊമീഷ്യൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, റോമാ ചക്രവർത്തി. ആ ഡൊമീഷ്യൻ ചക്രവർത്തി പുതിയൊരു നിയമം കൊണ്ടുവന്നു. ആ നിയമം എങ്ങനെയായിരുന്നു? സ്തോത്രം, കൈസറോട് മാത്രമേ എല്ലാവരും പ്രാർത്ഥിക്കാവൂ. കുറിയോസ് കൈസർ അല്ലെങ്കിൽ കുറിയോസ് സീസർ, കൈസറിനോട് മാത്രമേ എല്ലാവരും സ്തോത്രം പ്രാർത്ഥിക്കാവൂ. അപ്പൊ നാട്ടിലെല്ലാവരും കുറിയോസ് സീസർ എന്ന് പറഞ്ഞ് കൈസറോട് മാത്രം സ്തോത്രം ആരാധിക്കുകയും കൈസറോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ യോഹന്നാൻ ഉറച്ച ശബ്ദത്തിൽ യേശുവിന്റെ ഹൃദയസ്പന്ദനം ഏറ്റെടുത്തവൻ അവൻ ഇപ്രകാരം പറഞ്ഞു, കുറിയോസ് സീസർ അല്ല, കുറിയോസ് ക്രിസ്റ്റോസ്. ഞാൻ സഭയോട് പറയട്ടെ, നാളെ സഭയ്ക്കെതിരെ ഒരു നിയമം ഈ പുസ്തകത്തിൽ നിന്ന് ഇല്ലാത്ത ഒരു നിയമം കടന്നു വന്നാൽ നിങ്ങൾ എത്ര പേരാണ് ദൈവവേല ചെയ്യുന്നത്? പോയി. അയ്യോ ബ്രദറെ, ഇതൊന്നും പറയില്ല. ഓൺലൈൻ പോവുകയാണ്, ഇതൊന്നും പറയില്ല. എനിക്കിതേ പറയാനുള്ളൂ. നാളെ നിങ്ങൾ കൂടി വരല്ലെന്ന് പറഞ്ഞു ഒരു നിയമം പറഞ്ഞാൽ, നാളെ യേശു മാത്രമല്ല രക്ഷകൻ എന്ന് പറയേണ്ടത് വന്നാൽ നിങ്ങൾ എങ്ങനെ നിൽക്കും? സ്തോത്രം. ഞണ്ടാണോ? അത് സാഹചര്യം അനുസരിച്ച് പിന്നിലേക്ക് പോകും. പക്ഷെ ജീവനുള്ള മത്സ്യമാണോ? അത് ഒഴുക്കിനെതിരെ എതിർത്ത് നിന്ന് അത് മുന്നിലേക്ക് പോകും. സഭ ഒരിക്കലും പിന്നിലേക്ക് നടക്കുന്നതായ ഞണ്ടല്ല, അത് ഒഴുക്കിനെതിരെ പിടിച്ചു നിന്ന് മുന്നേറുന്നതായ സ്തോത്രം ജീവനുള്ള മത്സ്യമാണ് ദൈവത്തിന്റെ സഭ. ദേശത്തിൽ നിയമം എതിരായി തീർന്നപ്പോൾ കുറിയോസ് സീസർ എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ പറഞ്ഞില്ല, കുറിയോസ് ക്രിസ്റ്റോസ്. ക്രിസ്തുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. കാരണം ക്രിസ്തുവാണ് രാജാവ്, ക്രിസ്തുവാണ് സ്തോത്രം നേതാവ്, ക്രിസ്തുവാണ് കർത്താവ്, ക്രിസ്തുവാണ് ദൈവം. ക്രിസ്തുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോ ഈ സ്തോത്രം യോഹന്നാനെ തിളച്ച എണ്ണയിൽ അങ്ങ് മുക്കി. നല്ല തിളച്ച എണ്ണയിൽ മാർവോട് ചേർന്നതിന് യോഹന്നാനെ അന്നത്തെ റോമൻ ചക്രവർത്തി തിളച്ച എണ്ണയിൽ മുക്കി. ജീവിതത്തിൽ, കുടുംബത്തിൽ തിളച്ച പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആരൊക്കെയോ വന്നിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ദൂത് ഇതാണ്, യോഹന്നാൻ തിളച്ച എണ്ണയിൽ മുക്കപ്പെട്ടപ്പോൾ ആ എണ്ണ തണുത്തുപോയി. നിരാത്രി നിനക്കുള്ള പ്രവചനം ഇതാണ്, നിന്റെ ജീവിതത്തിൽ തിളച്ചു കിടക്കുന്ന സകലതും സൂപ്പർ നാച്ചുറലി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ തണുക്കുകയാണ്. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളെ തിളപ്പിക്കുന്ന, ബുദ്ധിമുട്ടിലാക്കുന്നതായ വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ തണുക്കുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞ്. യോഹന്നാൻ അങ്ങനെ സ്തോത്രം തിളച്ച എണ്ണയിൽ മുക്കി. താൻ മരിച്ചില്ല. അതുകൊണ്ട് രാഷ്ട്രീയ തടവുകാരെ അയക്കുന്നതായ പത്മോസ് ദ്വീപിലേക്ക് യോഹന്നാൻ ഇതാ സ്തോത്രം നാട് കടത്തിയിരിക്കുന്നു. 33 ചതുരശ്ര കിലോമീറ്റർ അളവുള്ളതായ ഒരു പാറക്കൂട്ടം കൊണ്ട് നിറയപ്പെട്ട ദ്വീപാണ് പത്മോസ് ദ്വീപ്. 2015 ഒക്ടോബർ മാസത്തിൽ ഞാൻ നേരിട്ട് പോയി കാണുവാൻ ദൈവം എനിക്ക് ഒരു അവസരം ഒരുക്കി. പത്മോസ് ദ്വീപ് മുഴുവൻ പാറക്കൂട്ടമാണ്. പക്ഷെ ഇന്നവിടെ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഡെയിലി 10,000-കണക്കിന് ആൾക്കാർ അവിടെ വന്ന് സന്ദർശിക്കുന്നുണ്ട്. അവിടെ ഒരു പാറയൊക്കെ ഇങ്ങനെ പിളർന്നു നിൽക്കുന്നു. കാരണം കർത്താവ് ആ പാറയുടെ സ്തോത്ര പിളർപ്പിൽ പാർത്ത യോഹന്നാന്റെ മുൻപിലാണ് പ്രത്യക്ഷനായത്. സ്വർഗീയ ശക്തിയാലും സാന്നിധ്യത്താലും ആ പാറ പിളർക്കപ്പെട്ടു. ആ ഗുഹയിലിരുന്നാണ് തന്നെ സ്തോത്രം ദൈവിക ദർശനം കണ്ടെന്നാണ് സ്തോത്രം അതേ പാരമ്പര്യം പറയുന്നത്. എന്നാൽ അന്ന് അവിടെ എത്തുമ്പോൾ യോഹന്നാന്റെ സഹോദരങ്ങൾ ആരും ആ പത്മോസ് ദ്വീപിലില്ല.
യോഹന്നാന്റെ കുടുംബാംഗങ്ങൾ ആരുമില്ല, പ്രിയപ്പെട്ടവരാരുമില്ല. സ്തോത്രം. അവിടെ ഉള്ളത് കുറച്ച് ചെന്നായ്ക്കളും കുറച്ച് കുറുനരികളും കുറച്ച് കഴുകന്മാരും മാത്രമാണ്. എന്താണ് ധാരാളം ചെന്നായ്ക്കളും കുറുനരികളും കഴുകന്മാരും ആയിരിക്കുന്നത്? നേരത്തെ അവിടെ കുറെ പേരെ ഇങ്ങനെ നാട് കടത്തി വിട്ടിട്ടുണ്ട്. അവിടെ നാട് കടത്തിയിട്ട പഴയ മൃതശരീരങ്ങൾ മുഴുവൻ ഉണങ്ങിയ അസ്ഥികളായി തീർന്നു. പുതിയ മൃതശരീരങ്ങൾ വയറൊക്കെ പൊട്ടി കുടൽമാലയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടി, സ്തോത്രം, പുതിയ മൃതശരീരങ്ങളായി കിടക്കുകയാണ്. ഈ കുറുനരികളും ചെന്നായും അത് കടിച്ചു തിന്നുന്നു. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നതായ കഴുകന്മാർ അതിനെ കൊത്തി തിന്നാനായി ഇടക്കിടക്ക് താഴേക്ക് വരുന്നുണ്ട്. ആ ദ്വീപിൽ അപ്പോൾ ചലനമുള്ളവനായി ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ യോഹന്നാൻ മാത്രമാണ്. ഈ പന്തലിൽ ജീവനോടെ ആയിരിക്കുന്ന എല്ലാവരും കരങ്ങളൊന്ന് ചലിപ്പിച്ചാട്ടെ. ജീവനോടെ ഇരിക്കുന്നവരാണെങ്കിൽ ചലിക്കും. പത്മോസ് ദ്വീപിൽ അന്ന് ജീവനോടെ ഇരിക്കുന്നവനോട് മാത്രമേ ഉള്ളൂ, മാത്രമാണ് ചലിക്കുന്നത്. അപ്പോ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നതായ കഴുകന്മാരും കുറുനരികളും പറയും ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ, യോഹന്നാനേ, നീയും ഇതുപോലെ ആയിത്തീരും. നിന്നെ ഞങ്ങൾ തീർക്കാൻ പോകുകയാണ്, നിന്നെ തിന്നാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഏതൊക്കെയോ വിഷയങ്ങൾ, ഏതൊക്കെയോ പ്രശ്നങ്ങൾ നിന്നെ തുലയ്ക്കും, നിന്നെ തകർക്കും. നിന്റെ ജീവിതം അവസാനിച്ചു, നിന്റെ ശുശ്രൂഷ അവസാനിച്ചു എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾക്കുള്ള ദൂത ഞാൻ വിളിച്ചു പറയട്ടെ, പ്രതിസന്ധിയിൽ നീ മരിക്കത്തില്ല. ഒരിക്കൽ കൂടെ, പ്രതിസന്ധികളിൽ നിങ്ങൾ മരിക്കത്തില്ല. പ്രതിസന്ധികളിൽ ഭക്തന്മാർ ജയിച്ച പുസ്തകമാണ് എന്റെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദ പുസ്തകം. പ്രതിസന്ധിയിൽ ആരും ചത്തില്ല. പ്രതിസന്ധിയിൽ സ്തോത്രം, ഉൽപ്പത്തി 1:1 തുടങ്ങി വെളിപ്പാട് 22 വരെ പ്രതിസന്ധിയിൽ ആരും മരിച്ചില്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മുൻപിൽ പർവ്വതങ്ങൾ പോലെ വെല്ലുവിളിച്ച് നിൽക്കുന്നതായി ഈ പ്രതിസന്ധിയിൽ നീയും നശിക്കത്തില്ല. ഗെറ്റ് റെഡി. ഒരു പുതിയ അനുഭവം, പുതിയൊരു സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പുറത്തെടുക്കുവാൻ വേണ്ടി പോകുകയാണ്. സോ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ബന്ധുക്കളില്ല, സഹോദരങ്ങളില്ല, കുറുനരികളും സ്തോത്രം ചെന്നായും കഴുകനുമുള്ളതായ നിശബ്ദമായ അന്തരീക്ഷത്തിൽ തന്നെ കിടക്കുകയാണ്. ദൈവദാസന്മാരെ, നിങ്ങളെ ആരുമില്ലാതെ ഒരു നിശബ്ദതയിൽ ദൈവം പ്രവേശിപ്പിച്ചിരിക്കുന്നെങ്കിൽ അടുത്ത ചലനത്തിന് വേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. വേദപുസ്തകത്തിലെ ദൈവദത്തമായിട്ടുള്ള വലിയ ചലനങ്ങൾ മുഴുവൻ ആരംഭിച്ചത് നിശബ്ദതകളിൽ നിന്നാണ്. ഒരിക്കൽ കൂടെ, വേദപുസ്തകത്തിലെ ചരിത്ര പ്രാധാന്യമുള്ളതായ സകല ചലനങ്ങളും ആരംഭിച്ചത് ഉണർവിയോഗത്തിന്റെ ആരവാരങ്ങളല്ല, ജീവിതത്തിന്റെ നിശബ്ദതകളിൽ നിന്നാണ്. വേറെ ആർക്കുമില്ലാത്ത ഒറ്റപ്പെട്ടതായ ഒരു നിശബ്ദത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത എന്തോ വലിയ പദ്ധതിക്ക് വേണ്ടി, എന്തോ വലിയ പരിപാടിക്ക് വേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വിശ്വസിക്കുന്നവർ അധരങ്ങളെ തുറന്ന് ശബ്ദമുയർത്തി ഇന്ന് രാത്രി 30 സെക്കൻഡ് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ആ നിശബ്ദതയിൽ ചുറ്റും മോശം അന്തരീക്ഷമാണ്, ഏകാന്തതയാണ്, ഡിപ്രഷൻ വരാം, നിരാശ വരാം, ഫ്രസ്ട്രേഷൻ ആകാം, ഇറിറ്റേഷൻ വരാം. എന്നാൽ ഡിപ്രഷന്, ഫ്രസ്ട്രേഷന്, ഇറിറ്റേഷനൊന്നും യോഹന്നാൻ സ്തോത്രം അവസരം കൊടുത്തില്ല. അവിടുത്തെ ഏകാന്തത തന്റെ അകത്ത് കയറാൻ താൻ സമ്മതിച്ചില്ല. അവിടുത്തെ സാഹചര്യം തന്റെ അകത്ത് കയറാൻ യോഹന്നാൻ ഇടം കൊടുത്തില്ല. ഞാനിത് രാത്രി വിളിച്ചു പറയട്ടെ, സാഹചര്യം അകത്ത് കയറല്ല, നിങ്ങൾ മുങ്ങിപ്പോകും. ടൈറ്റാനിക് ഉൾപ്പെടെയുള്ള കപ്പൽ മുങ്ങിയത് പുറത്ത് കിടന്ന വെള്ളം നിമിത്തമല്ല, അകത്ത് കയറിയ വെള്ളം നിമിത്തമാണ്. നിന്റെ അകത്ത് നിറയേണ്ടത് പരിശുദ്ധാത്മാവാണ്. നിന്റെ അകത്ത് സാഹചര്യം കയറല്ല. നീ സാഹചര്യത്തിൽ തൊലയുന്നവനല്ല, സാഹചര്യത്തെ നീ ജയിക്കുന്നവനാണ്. ചില ആന്റിമാർക്ക് മനസ്സിലായില്ല. സാഹചര്യത്തിൽ തോൽക്കുന്നതല്ല ആത്മീയ ജീവിതം, സാഹചര്യത്തെ ജയിക്കുന്നതാണ് ആത്മീയ ജീവിതം. ഈ പക്ഷികളെ വലിയൊരു സമ്മേളനം ഒരിടത്ത് നടക്കുകയായിരുന്നു. പക്ഷികളെ വലിയ സമ്മേളനം. എന്റെ ചെയർപേഴ്സൺ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നപ്പോ പക്ഷികളെല്ലാം സമ്മേളനത്തിന് വേണ്ടി ഇങ്ങനെ വരികയാ. കാക്ക നനഞ്ഞു വരുന്നു, കുയിൽ നനഞ്ഞു വരുന്നു, തത്ത നനഞ്ഞു വരുന്നു, എല്ലാ പക്ഷികളും നനഞ്ഞു വരുന്നു. എന്താ കാര്യം? എല്ലാവരും ഒരുപോലെ പറയുന്നു, ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര മഴ, ഇടി വെട്ടി ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് എല്ലാ പക്ഷികളും നനഞ്ഞു വന്നത്. പന്തൽ മുഴുവൻ അങ്ങ് നിറഞ്ഞു കവിഞ്ഞു. എല്ലാം നനഞ്ഞ പക്ഷികളും വന്നിരുന്ന് തൂവലുണക്കുക, ചിറകുണക്കുക, എല്ലാവരും നനഞ്ഞിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ മറ്റേ സഹോദരനുണ്ടല്ലോ, പുള്ളി അവസാനം കയറി വരിക. ആരാ? മറ്റേ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ആ പുള്ളിയുടെ വരുന്ന അത് തന്നെ, ആ ഉയരത്തിൽ പറക്കുന്ന ഒരിക്കലും വോളയും കുട്ടി പറഞ്ഞ അയാളെ വരുന്ന കഴുകൻ വരിക. അപ്പൊ കഴുകൻ വരുമ്പോ നനഞ്ഞു ഒട്ടിയൊന്നല്ല വരുന്നത്. ആവം ഭയങ്കര ഗംഭീരമായിട്ട് ഇങ്ങനെ ഒരു കോക്കാമ്പീച്ചി ഉണ്ടായിട്ടേ ഇല്ല, ഇങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിട്ടേ ഇല്ല എന്ന ക്രമത്തിൽ ഉണങ്ങിയ ചിറകുമായിട്ട് പുള്ളി ഇടിച്ചു കയറി വരിക. അപ്പൊ അതിന്റെ ചെയർപേഴ്സൺ ചോദിച്ചു, എടോ
നമ്മുടെ കൂട്ടു സഹോദരന്മാരെല്ലാവരും നനഞ്ഞൊട്ടിയിരിക്കുക. നിന്റെ പഞ്ചായത്തിൽ മഴ പെയ്തില്ലയോ? അപ്പോൾ അവൻ തിരിച്ചു പറഞ്ഞു, സാറേ ഇടിച്ചു കുത്തി മഴ പെയ്തു, ഭയങ്കര ഇടിവെട്ടും മഴയായിരുന്നു. അപ്പൊ നീ നനഞ്ഞില്ലയോ? സാറേ മഴ വീഴുന്നതിന് മുമ്പേ ഞാൻ ഗിയർ ചേഞ്ച് ചെയ്ത് മേഘത്തിന് മേലെ അങ്ങ് പറന്നു. മനസ്സിലായില്ല? എവർക്ക് മനസ്സിലാവുന്നില്ല എന്റെ മലയാളം? സ്തോത്രം. അതെ, മഴ പെയ്യുന്നതിന് മുൻപ് ഞാൻ ഗിയർ ചേഞ്ച് ചെയ്ത് ഞാൻ മേഘത്തിന് മീതയെ പറന്നു. ഇന്ന് രാത്രി നിന്നെ നനയ്ക്കാൻ, നിന്റെ ആത്മീയത്തിൽ താഴെയാക്കാൻ, നിന്നെ തണുപ്പിപ്പാൻ, നിന്നെ തകർക്കാൻ, പല വിഷയങ്ങൾ നിന്റെ മേൽ താഴേക്ക് നിന്നെ കൊണ്ടുവരുവാൻ ശ്രമിക്കുമ്പോൾ പ്രാർത്ഥനയുടെ വിശ്വാസത്തിന്റെ ഗിയർ ചേഞ്ച് ചെയ്ത് ദൈവത്തിന്റെ കൃപയാൽ മേലെ പറന്നാട്ടെ. കാരണം താഴോട്ട് പോകുന്നതല്ലേ ആത്മീയം. പ്രശ്നം, വെല്ലുവിളി, പ്രതിസന്ധി കടന്നു വരുമ്പോൾ മേലെ കയറുന്നതാണ് ആത്മീയം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. യഹോവ അതിൽ നിന്ന് എല്ലാറ്റിൽ നിന്ന് അവനെ വിടുവിക്കുന്നു. സൈഡിൽ പിടിക്കുന്നവൻ പ്രശ്നം വരുമ്പോൾ തൊലയും, അവന്റെ ശുശ്രൂഷ തീരും, അവനെ പിന്നെ കാണുകയില്ല. പക്ഷെ നിന്നെയും എന്നെയും നോക്കി സാധാരണ മനുഷ്യനും പറഞ്ഞവനാണ്, വാ അവൻ ആര്, അവൻ തീർന്ന് എന്ത്, അവൻ അവസാനിച്ചെന്ത്, അവൻ ഇതോടെ തൊലഞ്ഞെന്ത്. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്നത്തെ നിന്റെ ഇടർച്ച കല്ലുകൾ നാളത്തെ നിന്റെ ചവിട്ടുപടികളാണ്. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്തത്, ഇതുവരെ ചെയ്തിട്ടില്ലാത്തത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവനാണ് ദൈവം. നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതിനപ്പുറത്ത് നിനക്കൊരു ജയമുണ്ട്. സ്തോത്രം പറ. നിനക്ക് ഇപ്പുറത്ത് പ്രശ്നമുണ്ടെങ്കിൽ അപ്പുറത്ത് ജയമുണ്ട്. നിനക്ക് ഇപ്പുറത്ത് വെല്ലുവിളി ഉണ്ടെങ്കിൽ അപ്പുറത്ത് ആരും പ്രാപിച്ചിട്ടില്ലാത്ത വലിയൊരു ജയമുണ്ട്. ആർക്കുമില്ലാത്ത വെല്ലുവിളി നിനക്കുണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത ജയവും നിനക്കുണ്ട്. ആർക്കുമില്ലാത്ത നിന്ദയുണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത മാനം നിനക്കുണ്ട്. ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിനക്കുണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത വിടുതലിന് വേണ്ടി ദൈവം മറുവശത്ത് നിന്നെ ഒരുക്കുകയാണ്. ഇപ്പുറത്ത് വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ അപ്പുറത്ത് അതേ നോഹയ്ക്ക് പെട്ടകമുണ്ട്. ഇപ്പുറത്ത് സ്തോത്രം ഫറവോനുണ്ടെങ്കിൽ അപ്പുറത്തൊരു പുറപ്പാടുണ്ട്, അപ്പുറത്തൊരു മോശയുണ്ട്. ഇപ്പുറത്തൊരു ആഹാബുണ്ടെങ്കിൽ അപ്പുറത്തൊരു ഏലിയാവുണ്ട്. എന്താ സ്തോത്രം പറയാത്ത? ഇപ്പുറത്തൊരു ഇസബേൽ ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു യേഹു ഉണ്ട്. ഇപ്പുറത്തൊരു ബെൻഹദത്ത് ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഒരു എലീശയുണ്ട്. ഇപ്പുറത്തൊരു നെബൂഖദ്നേസർ ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു ദാനിയേൽ ഉണ്ട്. ഇപ്പുറത്തൊരു ഫെസ്തോസ് ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഒരു പൗലൂസ് ഉണ്ട്. ഇപ്പുറത്തൊരു സ്തോത്രം അതെ യോഹന്നാൻ, ഇപ്പുറത്തൊരു ഹെരോദാവ് ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു യോഹന്നാൻ സ്നാപകനുണ്ട്. ഓ എന്നെ കേൾക്കുന്ന തൊഴുക്കൽ ദേശമേ, ഇപ്പുറത്ത് ലൂസിഫർ ഉണ്ടെങ്കിൽ അവന്റെ തലിക തകർക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹം അപ്പുറത്തുണ്ട്. ഇപ്പുറത്ത് നിനക്ക് വെല്ലുവിളിയുണ്ടോ? അപ്പുറത്ത് ജയമുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വ്യക്തികളിലേക്ക് ജയം കടന്നു വരട്ടെ. ഇന്ന് രാത്രി കുടുംബങ്ങളിൽ ജയം വ്യാപരിക്കട്ടെ. കമാൻ, ശബ്ദമുയർത്തി കരങ്ങൾ അടിക്കേണ്ടവർ കരങ്ങളെ അടിച്ച്. ഇപ്പുറത്ത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അപ്പുറത്ത് ദൈവിക ജയം, ദൈവിക ജയം, ദൈവിക ജയം വ്യാപരിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. ആരാണോ നിന്നെ നിന്ദിക്കുന്നത്, ആരാണോ നീ തീർന്നെന്ന് പറയുന്നത്, ആരാണോ അവസാനിച്ചെന്ന് പറയുന്നത്, ആ പകയ്ക്കുന്നവന്റെ വായ മിണ്ടാതാക്കുന്ന യേശു കർത്താവ് നിനക്കായി ജീവിക്കുന്നു. ഹല്ലേലൂയ. ഗെറ്റ് റെഡി, ഒരുങ്ങിക്കോ. ഇത് നിന്റെ ജയത്തിന്റെ ദിവസങ്ങളാണ്. ഇത് നിന്റെ വിടുതലിന്റെ ദിവസങ്ങളാണ്. ഇത് കാത്തിരിപ്പിന്റെ ദിവസങ്ങളല്ല. യേശുവിന്റെ നാമത്തിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ പുതിയ ഉയരങ്ങളിലേക്ക്, പുതിയ മഹത്വത്തിലേക്ക്, പുതിയ കൃപയിലേക്ക് ദൈവകൃപയാൽ ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുന്നു. അധരങ്ങളെ തുറന്ന് ശബ്ദമുയർത്തി വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തെ ആരാധിക്കും. കൈയടിക്കേണ്ടവർ കരങ്ങൾ അടിച്ച്. ദൈവമഹത്വം ഇന്ന് രാത്രി വിളിയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വിളിയുണ്ട്. മങ്ങിക്കത്തുന്നവർ ആളി കത്തുന്നു. ഞാൻ ആവർത്തിക്കുന്നു, മങ്ങിക്കത്തുന്നവർ ആളി കത്തുന്നു. നഷ്ടപ്പെട്ട ബലം അനേകർക്ക് കർത്താവ് തിരികെ നൽകുന്നു. പോയ കൃപയും കൃപാവരവും ഇന്ന് രാത്രി മടങ്ങി വരുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ അണഞ്ഞുപോയ നിന്റെ ആത്മീയ ജ്വലനം കർത്താവ് നിനക്ക് തിരികെ നൽകുന്നു. ആ പിന്നിലായിരിക്കുന്നവരെ സ്പെഷ്യലി കർത്താവ് തുടങ്ങുകയാണ്. സാഹചര്യത്തിൽ നീ തോൽക്കുന്നവനല്ല, സാഹചര്യത്തിൽ നീ ജയിക്കുന്നവനാണ്. ആത്മീയ ജീവിതം ജയത്തിന്റെ ജീവിതമാണ്. ആത്മീയ ജീവിതം വിടുതലിന്റെ ജീവിതമാണ്. പത്മോസ്ദ്വീപിൽ ആരുമില്ല. ലോൺലിനെസ്, ഏകാന്തത യോഹന്നാന്റെ അകത്ത് കയറിയില്ല. സ്തോത്രം. കുറുനരിയാണോ, ചെന്നായാണോ, കഴുകനാണോ, സാഹചര്യം അവന്റെ അകത്ത് കയറിയില്ല. അവന്റെ അകത്ത് അവൻ അനുവദിച്ച വേറൊരു കാര്യമാണ് അനുവദിച്ചത്. On the day of the Lord I was in Lord's Spirit. 10 ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. തന്റെ അകത്ത് പ്രവേശിച്ചത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. രാത്രി ബാക്കിയുള്ള എല്ലാറ്റിനും പുറത്തു നിർത്തി പരിശുദ്ധാത്മാവിനെ മാത്രം അകത്ത് കയറ്റിയാണ്. എല്ലാ സ്തോത്രം അതെ എല്ലാ ഇഷ്മായലും പുറത്തു നിർത്താം.
എല്ലാ ഹാഗറിനെ പുറത്താക്കാം. പകരം സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്ത് കയറട്ടെ. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ മുന്നേറ്റത്തിനെതിരെ തടയുന്ന സകലതിനെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പുറത്ത് നിർത്തിയാട്ടെ. ഒരിക്കൽ കൂടെ, നിന്റെ ആത്മീയ മുന്നേറ്റത്തിനെതിരെ തടസ്സമായി നിൽക്കുന്ന സകലതിനെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, ആ പാപത്തെ, ആ തണുപ്പിക്കുന്ന അനുഭവത്തെ സകലതിനെ യേശുവിന്റെ നാമത്തിൽ പുറത്ത് നിർത്തിയാട്ടെ. പകരം on the day of the Lord, കർത്താവിന്റെ ദിവസത്തിൽ അവൻ ആത്മാവിലായപ്പോൾ അവന്റെ കണ്ണുകൾ തുറന്നു, അവന്റെ ചെവി തുറന്നു. ഇന്ന് രാത്രിയിലും ആത്മക്കണ്ണുകൾ തുറക്കട്ടെ. എത്ര പേർ ആമേൻ പറയും? ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ചെവികൾ തുറക്കട്ടെ. എത്ര പേർ ആമേനും പറയും? ഞാൻ ഒരിക്കൽ കൂടെ പറയും, ഇന്ന് രാത്രിയും കണ്ണുകൾ തുറക്കട്ടെ. ഇന്ന് രാത്രിയും ചെവി തുറക്കട്ടെ. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന ഈ വചനം കേൾക്കുന്നവരുടെ ബെഡ്റൂമിൽ സ്വപ്നത്തിനായി, ദർശനത്തിനായി കർത്താവ് ഇറങ്ങി നിൽക്കട്ടെ. ഇന്ന് രാത്രി ആലേക്ക് ഉറക്കത്തിനിടയ്ക്ക് സ്വപ്നങ്ങളും ദർശനങ്ങൾ, പ്രത്യേകിച്ച് സ്വപ്നങ്ങളുടെ രാത്രിയായി, സ്വർഗീയ സ്വപ്നങ്ങളുടെ രാത്രിയായി ഈ രാത്രി കർത്താവ് മാറ്റുമാറാകട്ടെ. ദാനിയേലിന്റെ ദൈവം, യോസേഫിന്റെ ദൈവം ഇന്ന് രാത്രി സ്വപ്നങ്ങൾ നൽകി നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചത് നിമിത്തം, കർത്ത ദിവസത്തിൽ അവൻ ആത്മവ്യവശതയിലായ നിമിത്തം അവൻ സാഹചര്യത്തിൽ നിന്ന് തന്റെ കണ്ണുകൾ എടുത്ത് പിന്നെ അവൻ കണ്ടത് ദൈവമഹത്വത്തെ, പിന്നെ അവൻ കണ്ടത് ദൈവത്തിന്റെ ദൂതന്മാരെ, പിന്നെ അവൻ കണ്ടത് സ്വർഗത്തെ, പിന്നെ അവൻ കണ്ടത് കർത്താവിനെ. കാണേണ്ടതവൻ കണ്ടു, കേൾക്കേണ്ടതവൻ കേട്ടു. നിരാത്ത് കേൾക്കാൻ പാടില്ലാത്ത ഇനിമേലാൽ കേൾക്കല്ല, കാണാൻ പാടില്ലാത്ത ഇനിമേലാൽ കാണല്ല. അവൻ ആത്മാവിലായപ്പോൾ അവന്റെ മുൻപിലല്ല കർത്താവ് നിന്നത്, അവന്റെ പിൻപിൽ കർത്താവ് ഇറങ്ങി നിന്നു. അബ്രഹാമിനോട്, മോശയോട്, ആരോടൊക്കെ കർത്താവ് സംസാരിക്കുമ്പോൾ കർത്താവ് മുന്നിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഇതാ തിരുവചനം പറയുന്നു, കർത്താവ് പിൻപിൽ നിന്ന്. എന്താ പിൻപിൽ നിന്ന്? ഞാൻ അത് വായിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ധ്യാനിച്ചു. പരിശുദ്ധാത്മാവേ പറ. കാരണം സ്തോത്രം, ഈ പുസ്തകം എഴുതിയവനെ ഇതിന്റെ അർത്ഥം പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഒരു സെമിനാരിക്കും ഇത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഈ പുസ്തകം എഴുതിയവന് മാത്രമേ ഇത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ? കർത്താവ് പിന്നിൽ നിന്ന്. നിങ്ങൾക്ക് 100,000 വ്യാഖ്യാനങ്ങൾ പറയാനുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് മനസ്സിലായത്, സ്തോത്രം, യോഹന്നാനെ, നിന്റെ ഇന്നലകളിൽ നീ നടന്നു വന്ന കാലങ്ങൾ ഞാൻ അറിയുന്നു. നിന്റെ ഇന്നലകളെ ഞാൻ അറിയുന്നു. ഇന്നലകളിൽ 20 വയസ്സായപ്പോൾ നീ എൻ്റെ പിന്നാലെ വന്നതല്ലേ? ഇപ്പം 70 വർഷമായി നീ എൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. 70 years. ഇപ്പം നിനക്ക് 93 വയസ്സ്. കഴിഞ്ഞ 70 വർഷം നീ എൻ്റെ പിന്നാലെ എങ്ങനെ നടന്നുവെന്ന് എനിക്കറിയാം. യായിറോസിന്റെ മകളെ, സ്തോത്രം, ഞാൻ ജീവിപ്പിക്കാൻ പോയപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ മല കയറിയപ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ പത്മോസ് ദ്വീപ്, സ്തോത്രം, ഗദശമരികിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ സിഗ്നിഫിക്കൻ്റായ, എൻ്റെ പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളിലൊക്കെ, പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. മാത്രമല്ല, നിന്റെ മലകയറ്റം, നിനക്കിഷ്ടമില്ലാത്ത മലകയറ്റം ഉണ്ടല്ലോ, ആ മലകയറ്റം ഞാൻ അറിയുന്നു. അതൊക്കെ എല്ലാവരും എന്നോട് ഒരു ബൈ പോലും പറയാതെ ഓടിപ്പോയപ്പോൾ നീ എൻ്റെ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. വേറെ ആരും എൻ്റെ അമ്മയെ നോക്കിയില്ല, നീ മാത്രമാണ് എൻ്റെ അമ്മയെ നോക്കിയത്. ഇത് സ്തോത്രം, ഇതൊന്നും ഞാൻ മറന്നു കളഞ്ഞിട്ടില്ല. ആരും മിണ്ടുന്നില്ല. ഇതൊന്നും ഞാൻ മറന്നു കളഞ്ഞിട്ടില്ല. കർത്താവ് പറയും, ഇതൊന്നും ഞാൻ മറന്നു കളഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്റെ പിന്നിൽ ഇറങ്ങി നിന്നത്. ഇന്ന് രാത്രി നിങ്ങളിൽ നിന്ന് നന്മ അനുഭവിച്ച് ഒത്തിരി പേര് മറന്നുപോയി. ആരും ഇല്ലയോ? നന്മ ചെയ്ത് ആരും വന്നിട്ടില്ലയോ? നിന്നിൽ നിന്ന് നന്മ അനുഭവിച്ച് ഒത്തിരി പേര് മറന്നുപോയി. പേപ്പർ ഗ്ലാസ് പോലെ നിന്നെ യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞ് അവർ എടുത്തു കളഞ്ഞു. നിന്റെ പൈസ, നിന്റെ നന്മ, നിന്റെ വീട്ടിൽ വന്ന ഭക്ഷണം കഴിച്ചവർ ഒക്കെ നിന്നെ മറന്നു കളഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്തോത്രം, ദൈവദാസന്മാർ പോലും മറക്കും, ജനം മറക്കും, എന്നാൽ കർത്താവ് ഒരിക്കലും മറക്കത്തില്ല. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത വ്യക്തികൾ, കുടുംബങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ യേശു കർത്താവ് ഒരിക്കലും മറന്നിട്ടില്ല. മറക്കാത്ത ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ സ്തുതിച്ചാട്. അതുകൊണ്ട് കർത്താവ് വന്ന് അവന്റെ പിൻപിൽ നിന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, യോഹന്നാനെ, നീ എനിക്ക് വേണ്ടി സ്തോത്രം കടന്നു വന്ന പാതകൾ ഞാൻ മറന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ സ്തോത്രം, ഈ പ്രത്യേക ഘട്ടത്തിൽ ഞാൻ നീ ഒറ്റക്കായപ്പോൾ നിന്റെ അടുക്കലേക്ക് ഞാൻ ഇറങ്ങി വന്നിരിക്കുക. ഞാൻ പബ്ലിക് മിനിസ്ട്രിയിൽ, ഞാൻ പൊതു ശുശ്രൂഷയിലായപ്പോൾ നീ എന്നെ തേടി എൻ്റെ അടുക്കലേക്ക് വന്നു. എന്നാൽ ഇപ്പോൾ ഇതാ നിന്നെ തേടി ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഞാൻ നിർത്തി 2 മിനിറ്റ്. സ്തോത്രം, ഞാനിത് വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. സ്തോത്രം. കർത്താവ് ഇറങ്ങി വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു കാണും, നിന്റെ കൂടെയുള്ള ബാക്കി എല്ലാവരും മരിച്ചു. പത്രോസ് മരിച്ചു, യാക്കോ മരിച്ചു, ബർത്തലോമായി, ബാക്കിയുള്ള അപ്പോസ്തലന്മാരെല്ലാവരും മരിച്ചു. പക്ഷെ നിന്നെ മാത്രം ഞാൻ ശേഷിപ്പിച്ചു. ഇനി നീ മാത്രമേ ഉള്ളൂ. നിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചു. പക്ഷെ
പക്ഷെ നിന്നെ മാത്രം ഞാൻ പ്രിസർവ് ചെയ്തു, നിന്നെ മാത്രം ഞാൻ ശേഷിപ്പിച്ചു, നിന്നെ മാത്രം ഞാൻ സംരക്ഷിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങൾ 2 കുത്തിയ മറ്റേ ഡബിൾ വാക്സിനേഷൻ കൊണ്ടല്ല ജീവനോടെ ആയിരിക്കുന്നത്. കർത്താവിന്റെ എന്തൊക്കെയോ പദ്ധതികൾ ഇനിയും ദൈവത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ദൈവകൃപയാൽ ദൈവം നിന്നെ ജീവനോട് ശേഷിപ്പിച്ചിരിക്കുന്നത്. അത് വിശ്വാസമുള്ളവർ അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ച്. നിന്റെ സമപ്രായക്കാരായ ഒത്തിരി പേര് കുഴഞ്ഞു വീണ് മരിക്കുന്നതായ ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നീ ജീവിക്കുന്നത്. എന്നാൽ യോഹന്നാനെ, സ്തോത്രം, നിന്നെ മാത്രം ഞാൻ സംരക്ഷിച്ചു. എന്തിനാ നിന്നെ ഞാൻ സംരക്ഷിച്ചെന്നറിയോ? ഞാൻ നിന്നെ സംരക്ഷിച്ചത് എനിക്ക് ഏറ്റവും മഹത്വപൂർണമായ ഒരു പുസ്തകം എഴുതണം. 65 പുസ്തകം എഴുതി കഴിഞ്ഞു. പക്ഷെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് ഏറ്റവും മഹത്വം. ആർക്കും വേണ്ടേ? ഏറ്റവും അവസാനമാണ് ഏറ്റവും മഹത്വം. ഒരിക്കൽ കൂടെ അങ്കിൾ ഉൾപ്പെടെ എല്ലാവരും നോക്കി ഞാൻ പറയുക, ഏറ്റവും അവസാനമാണ് ഏറ്റവും ഭയങ്കര മഹത്വം. ഏറ്റവും നല്ല മീറ്റിംഗ് വരാൻ പോകുന്നതേ ഉള്ളൂ. ഏറ്റവും നല്ല ശുശ്രൂഷ കാലയളവ് വരാൻ പോകുന്നതേ ഉള്ളൂ. ഏറ്റവും നല്ല സീസൺ വരാൻ പോകുന്നതേ ഉള്ളൂ. ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഒരിക്കൽ പോലും പിന്നോട്ട് തിരിഞ്ഞ് വിലപിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്ന സഭ ഇന്ന് രാത്രി ഏറ്റെടുക്കട്ടെ. നിന്റെ ആരംഭത്തെക്കാൾ നിന്റെ അവസാനം ഏറ്റവും നല്ലതായിരിക്കും. യോഹന്നാനെ, ഞാൻ നിന്നെ പ്രിസർവ് ചെയ്ത്, ഞാൻ നിന്നെ സംരക്ഷിച്ചത് ഏറ്റവും മഹത്വപൂർണ്ണമുള്ളതായ ഒരു പുസ്തകം എഴുതണം. അതിൻ്റെ പേര് വെളിപ്പാടെന്നാ. വെളിപ്പാട്. ഈ വെളിപ്പാട് ഗൂഗിളിൽ കിട്ടത്തില്ല, വെളിപ്പാട് ഡിക്ഷണറിയിലൊന്നും കാണത്തില്ല. കാരണം വെളിപ്പാടെന്ന് പറയുന്നത് ചങ്കിനകത്തിരിക്കുന്നതാ, ഹൃദയത്തിനകത്തിരിക്കുന്നതാ വെളിപ്പാട്. ഹൃദയത്തിന് ഇത് കേട്ടവന് മാത്രമേ ഇത് കേട്ടവന് മാത്രമേ വല്ലതും കാണിച്ച മനസ്സിലാകത്തുള്ളൂ. ആഹാ, ഇത് കേട്ടവന് മാത്രമേ വല്ലതും കാണിച്ചാൽ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് യോഹന്നാനെ, ഞാൻ നിന്നെ സംരക്ഷിക്കുകയായിരുന്നു, ഞാൻ നിന്നെ പ്രിസർവ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഇതാ നീ ആ പുസ്തകം എഴുതണം. ഇവിടെ കയറി വരിക. അവനെ കയറ്റിയിരുത്തി കർത്താവ് ചാപ്റ്റർ ബൈ ചാപ്റ്റർ, അധ്യായം അധ്യായമായി അത് എഴുതിപ്പിക്കുകയാണ്. ഞാൻ നിർത്തി. സ്തോത്രം. ഒരു സെന്റൻസ്. ഇത് ഈ പത്മോസ് ദ്വീപിൽ അവൻ ഈ പുസ്തകം എഴുതുമ്പോൾ ആ റോമാ പട്ടണത്തിലേക്ക് നോക്കിയേ. റോമാ പട്ടണത്തിൽ യവനെ മറ്റേ തിളച്ച എണ്ണയിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ച ഒരുത്തനുണ്ടായിരുന്നല്ലോ, ആ ഡൊമീഷ്യൻ ചക്രവർത്തി. അവൻ ഹത്തം ഹോകയാ, പുള്ളി മരിച്ചുപോയി. ഞാൻ നിങ്ങളോട് ദൂത് പറയാം, നിങ്ങളെ ഏതവൻ തകർക്കുമെന്ന് പറയോ? അവനെ തള്ളാനും തകർക്കാനൊന്നും നിങ്ങൾ പോണ്ട. കാരണം അവൻ തകരാനുള്ളവനാ. അവനെ തകരാൻ നിങ്ങൾ പോണ്ട. യുദ്ധം നിന്റേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. സോ ഡൊമീഷ്യൻ ചക്രവർത്തി മരിച്ചു, പുതിയൊരു രാജാവ് വന്നു. ബൈബിളിലില്ല, ചരിത്രമാണ് ഞാൻ പറയുന്നത്. ആ പുതിയ രാജാവ് വന്നപ്പോ പുതിയ രാജാവിന്റെ അമ്മയുടെ വേലക്കാരി, പുതിയ രാജാവിന്റെ അമ്മയുടെ വേലക്കാരി മെന്റലി അബ്നോർമൽ ആയിരുന്നു, മാനസിക രോഗം ഉണ്ടായിരുന്നു. അപ്പൊ ആ ദാസിയെ, അമ്മയുടെ ജോലിക്കാരിയെ പ്രാർത്ഥിച്ച് നോർമലാക്കിയത് ഈ യോഹന്നാനായിരുന്നു പോലും. അതുകൊണ്ട് പുതിയ രാജാവ്, സ്തോത്രം, പുതിയ രാജാവ് രാജസ്ഥാനത്തേക്ക് വന്നപ്പോ ആ രാജാവ് ചോദിച്ചു, എൻ്റെ അമ്മയുടെ ദാസിയെ പ്രാർത്ഥിച്ച് സൗഖ്യത്തിലേക്ക് നടത്തിയ, വിടുതലേക്ക് നടത്തിയ ഒരു യോഹന്നാ ഉപദേശി ഉണ്ടായിരുന്നല്ലോ, പുള്ളി എന്തിയെ? അപ്പോൾ ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞു, പുള്ളിയെ കുറേ കാലം മുമ്പ് പത്മോസ് ദ്വീപിലേക്ക് കഴിഞ്ഞ ചക്രവർത്തി നാട് കടത്തി. അപ്പൊ പുതിയ ചക്രവർത്തി ഓർഡർ ഇട്ടു, ആരവിടെ ഒരു കപ്പൽ പുറപ്പെടട്ടെ, പത്മോസിൽ ചെന്ന് യോഹന്നാൻ ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുവരട്ടെ. കൂടെ നിന്ന് എല്ലാവരും പറഞ്ഞു, പിന്നെ യോഹന്നാൻ പുള്ളി തീർന്ന് വാ, നമുക്കിനി വേറെ ആരെയും വിളിക്കാം. പുള്ളി അവസാനിച്ചു. പുള്ളി ഇനി പൊങ്ങത്തൊന്നുമില്ല. അവൻ ആരെ വിളിച്ചത്? അവൻ എപ്പോഴും ഉണ്ടാ. ഇങ്ങനെ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കമോൺ, അടുത്ത വർഷം വിളിക്കണേ. ഇങ്ങനെ തുറച്ചു നോക്കല്ലേ. സ്റ്റെഫാനസിനെ കല്ലെറിയാൻ വേണ്ടി മറ്റൊമാരെ തുറച്ചു നോക്കിയതുപോലെ ഇങ്ങനെ തുറച്ചു നോക്കല്ലേ. എനിക്ക് കേൾക്കത്തില്ല എന്നുകൂടെ താഴ്മയോട് പറയട്ടെ. സ്തോത്രം. അതെ. അപ്പോ എല്ലാരും പറഞ്ഞു, യോഹന്നാൻ അവിടെ കാണത്തില്ല, യോഹന്നാൻ മരിച്ചു കാണാം. പക്ഷേ സ്തോത്രം, യോഹന്നാൻ ഉണ്ടല്ലോ, അവസാനത്തെ ആ വാക്ക് എഴുതി അങ്ങ് പേന താഴോട്ട് വയ്ക്കുകയാണ്. ഇത് സാക്ഷിക്കുന്നവൻ, അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവ് യേശുവേ വരണമേ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. എത്ര പേര് ആമേൻ പറഞ്ഞു? കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇത് എഴുതി ആമേൻ പറഞ്ഞ് പേന താഴെ വെച്ച് നോക്കുമ്പോൾ ആ സമുദ്രത്തിന്റെ വെള്ളത്തിന് മുകളിലൂടെ ഒരു കപ്പൽ വരികയാണ്.
ഒരു കപ്പൽ വരിക. അപ്പോൾ യോഹന്നാൻ സ്വന്തം ബുദ്ധി വിചാരിച്ചു, പുതിയ തടവുകാരെ ആരെയും കൊണ്ടുവന്ന് ആ ദ്വീപിൽ വിടാൻ വേണ്ടിയാണ് കപ്പൽ വരുന്നത്. പക്ഷെ തടവുകാരൊന്നും പുറത്തേക്ക് ആടിയില്ല. പകരം കുറച്ച് ഭടന്മാരാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അവരിറങ്ങിയിട്ട് ഇപ്രകാരം ചോദിച്ചു, ഏയ് യോഹന്നാനേ, ഈ ജീവനോടെ ഉണ്ടോ? അപ്പുറത്ത് ആ കൊറ്റിച്ചെടിയുടെ നടുവിൽ 93 വയസ്സ് പ്രായമുള്ള ആ കഷണ്ടി തല ഇങ്ങനെ ചലിക്കുക. നിങ്ങളൊന്ന് കണ്ടാട്ടെ. പക്ഷെ അവൻ വെറും കൈയോടെ അല്ല വരുന്നേ. അവന്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ ബാക്കി പറഞ്ഞുതരാം. എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ ബാക്കി പറയാം. എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ ബാക്കി പറയാം. എല്ലാവരും എഴുന്നേറ്റോ? ബാക്കി പറയട്ടോ. അവൻ ആ ദ്വീപിൽ കയറിയപ്പോ ഒഴിഞ്ഞ കൈയോടിയാ കയറിയത്. പക്ഷെ ആ ദ്വീപിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അവന്റെ കൈ അങ്ങ് നിറഞ്ഞു വന്ന്. ഇന്ന് രാത്രി പ്രശ്നങ്ങൾ നീ കയറുന്നത് പോലെയല്ല പ്രശ്നങ്ങൾ നീ പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നത്. വിഷയങ്ങൾ നീ കയറുന്നത് പോലെയല്ല വിഷയങ്ങളിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തിറങ്ങും. ഈ സ്വപ്നം കാണുന്നവനായി യോസേഫ് കാരാഗൃഹത്തിൽ കയറി സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനായി അവൻ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തിറങ്ങി. യോഹന്നാന്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, താൻ പ്രാപിച്ചതായ വെളിപ്പാട് പുസ്തകം. ഭടന്മാർ ചോദിച്ചു, നീ? ഞാൻ യോഹന്നാൻ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ പത്മോസിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നത് തിന്മയ്ക്കല്ല. ഈ പത്മോസിൽ ദൈവം എന്നെ കൊണ്ടുവന്നത് അവസാനത്തെ മഹത്വപൂർണമായ ഒരു പുസ്തകം എഴുതാൻ വേണ്ടിയാ. ഇന്ന് രാത്രി നിങ്ങൾക്കുള്ള ദൂത് ഇതാണ്. ഇതുവരെ ആരും ചെയ്യാത്തത്, ഇതുവരെ ആരും എഴുതാത്തത്, ഇതുവരെ ആരും പറയാത്തത്, ഇതുവരെ ആരും പലരും ചോദിച്ചിട്ട് കൊടുക്കാത്തത് അപ്പച്ചൻ്റെ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് തരാനുണ്ട്. എത്ര പേർ കരങ്ങൾ ഉയർത്തി പറയാം, അതേ കർത്താവേ, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് ഒന്ന് അടുക്കട്ടെ, എൻ്റെ ജീവിതത്തിലേക്ക് അതൊന്ന് പകർന്നാട്ടെ.